അന്ത്യകാലം എന്ന് നമ്മൾ പറയുമ്പം തികച്ചും അന്ത്യകാലത്തിൻ്റെ ഒരു പ്രത്യേക തരം കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങിയിരിക്കുന്നത്. നമ്മൾ 2000 വർഷമായിട്ട് കർത്താവിൻ്റെ വരവെന്ന് കേൾക്കുന്നതാണ്. അന്ന് തന്നെ പത്രോസിന് അറിയാമായിരുന്നു ഇത് ഉടനെ ഒന്നും സംഭവിക്കില്ല, കുറേ നാളെടുക്കും. അതുകൊണ്ട് മടുത്തു പോകുന്നു. അന്ത്യകാലത്ത് വാഗ്ദത്തം എവിടെ? അന്ന് തൊട്ടേ ഉള്ളവരെല്ലാം മരിച്ചവരെല്ലാം അങ്ങനെ തന്നെ, ആ കാലഘട്ടം അങ്ങനെ തന്നെ ഇരിക്കുന്നു, ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് പറയുന്ന ആളുകൾ, പരിഹാസികൾ വരുമെന്ന് പത്രോസിൻ്റെ ലേഖനത്തിൽ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് തന്നെ അറിയാം, പത്രോസിനും അറിയാം ഇത് കുറച്ച് നാൾ നീണ്ടു പോയേക്കാം, എങ്കിലും ഉടനെ വരുമെന്നുള്ള പ്രതീക്ഷ എപ്പോഴും ശിഷ്യന്മാർക്കുണ്ടായിരുന്നു, സഭയ്ക്കുണ്ടായിരുന്നു. അവർക്കറിയില്ല, യാതൊരു പിടിയുമില്ല, കാലത്തെ വിവേചിക്കാൻ ആ സമയത്ത് അവർക്ക് കഴിയുമായിരുന്നില്ല. എന്നാൽ ഇന്ന് നമ്മൾ മുമ്പോട്ട് വരുന്തോറും കാലത്തെ വിവേചിക്കുവാനുള്ള ഒരു ടൈമിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. നമുക്കൊരിക്കലും കൃത്യമായ തീയതിയോ വർഷമോ ഒന്നും അറിയാൻ കഴിയില്ലെങ്കിലും ഒരിക്കലും ഇല്ലാത്തതുപോലെ നമ്മൾ വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളെ ഫേസ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. നമ്മൾ 2 വർഷം മുമ്പുള്ള പോലെ അല്ല ഇന്ന് ഇവിടെ ഇരിക്കുന്നതും കൂടി വരുന്നതും എല്ലാം. ഞാൻ ഇന്നിങ്ങോട്ട് വന്നപ്പോൾ ആലോചിക്കായിരുന്നു, ആ ഒരു കോവിഡ് ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കുമായിരുന്നു ലോകം, എങ്ങനെയായിരിക്കുമായിരുന്നു നമ്മൾ? വളരെ വ്യത്യാസമായിരുന്നേനെ, വളരെ വ്യത്യാസം. വേറൊരു വഴിയെ ഈ ലോകം പോകുമായിരുന്നു. ദൈവം എവിടെയോ ഒരു ബ്രേക്ക് ഇട്ട് ഇങ്ങനെ ആക്കി. ദൈവത്തിന് അതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. സൂം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം എത്രയോ ആളുകളെ വചനം കേൾപ്പിക്കുവാൻ, ഏതോ റിമോട്ട് കോർണറിലൊക്കെ ഉള്ളവർക്ക്, വണ്ടി കൊണ്ട് എത്തിപ്പറ്റാൻ പറ്റാത്തവർക്ക്, ഒരു ഫിസിക്കലായിട്ടൊരു യോഗത്തിൽ വരാൻ പറ്റാത്തവർക്ക്, വീട്ടിൽ സ്വാതന്ത്ര്യമില്ലാത്തവർക്ക്, ആരാധനയ്ക്കെങ്ങും വിടാത്തവർക്ക്, പോകാൻ കഴിയാത്തവർക്ക്, വിലക്കുള്ള രാജ്യങ്ങളിൽ എല്ലായിടത്തും സുവിശേഷം അന്ത്യകാലത്ത് കടന്നു വന്നു. ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ അന്ത്യകാലം എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക കാരണവും കൂടിയുണ്ട്. നമുക്കറിയാം, ലോകത്തിൽ എല്ലാ ജാതികളുടെ ഇടയിൽ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ഇത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ ലാസ്റ്റ് കാലഘട്ടത്തിൽ ഇറാഖിലും ജോർദാനിലും ഇങ്ങനെയുള്ള മുസ്ലിം രാജ്യങ്ങളിൽ അനേകം മിഷണറിമാർ, ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് തന്നെ ചില സഹോദരങ്ങൾ ഇപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അന്ത്യകാലത്ത് വലിയൊരു കൊയ്ത്തിൻ്റെയും വലിയൊരു കഷ്ടതയുടെയും അതേസമയത്ത് വലിയൊരു പ്രത്യാശയുടെയും നാളുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇതെല്ലാം കർത്താവ് സമന്വയിപ്പിച്ച് സഭയ്ക്ക് വലിയ കടമകൾ നൽകിക്കൊണ്ടാണ്, സഭയെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടാണ് അന്ത്യകാലത്തെ കർത്താവ് നമ്മോട് ഇടപെടുന്നത്. വി നീഡ് ടു ബി ദ വോയിസ് ഓഫ് ദ ലോഡ്. ദൈവത്തിൻ്റെ ശബ്ദമായി മാറുവാൻ, ദൈവത്തിൻ്റെ മനസ്സ് ആയി മാറുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ സഭയെ ദൈവം അതിനെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രത്യാശ ഉറപ്പിച്ചു കൊള്ളുവാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. ഞാൻ രക്ഷിക്കപ്പെടുന്ന കാലത്ത് 1994 ഞാൻ രക്ഷാ അനുഭവം പ്രാപിക്കുന്നത്. അന്ന് ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരുന്നു. വളരെ നാളുകൾ കഴിഞ്ഞു പോയി. ഇപ്പോൾ 30 വർഷമാകാൻ പോവുകയാണ്. 28 വർഷം കഴിഞ്ഞു, 28 വർഷമാകുന്നു. ആ 28 വർഷം കൊണ്ട് സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ, നമ്മൾ നോക്കിയാൽ കാണാവുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് പ്രത്യാശയുടെ നഷ്ടമാണ്. പ്രത്യാശ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ്. ടോട്ടലി ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക്. ആ 28 വർഷമാണ് എനിക്ക് പരിചയമുള്ളത്, ആത്മീക ഗോളം, ആത്മീക ലോകം. അതിനു മുമ്പ് ഞാനൊരു ജഡീകനായ ഒരു സാമാന്യ മനുഷ്യനായി ജീവിച്ചു. എന്നാൽ കർത്താവിനെ അറിയുവാൻ, കോളേജിൽ പഠിക്കുന്ന സമയത്ത് കർത്താവിനെ അറിയുവാൻ, രക്ഷകനായി സ്വീകരിക്കുവാൻ, അവൻ്റെ ജീവൻ പ്രാപിക്കുവാൻ ദൈവം, വീണ്ടും ജനിക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. എന്നാൽ അതിനുശേഷം ഈ 28 വർഷത്തിനുള്ളിൽ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടേൺ അറൗണ്ട് എന്ന് പറയുന്നത് ലോകമെമ്പാടും സംഭവിച്ചിട്ടുള്ള ഒരു വിശ്വാസത്യാഗമാണ്. വളരെ വേദനിപ്പിക്കുന്നൊരു കാര്യമാണ് അബാൻഡൻമെൻറ്റ് ഓഫ് ഫെയ്ത്ത്. ഞാൻ വെറുതെ പറയുന്നതല്ല, അന്ത്യകാലത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. നമ്മളത് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും നഷ്ടമാണ് ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ മുഖമുദ്ര. വി ആർ നോ മോർ ഹോപ്പ്ഫുൾ, വി ആർ നോ മോർ ഫെയ്ത്ത്ഫുൾ. ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? അത് പ്രകടമായിട്ട് അതിൻ്റെ തെളിവുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാം. ഒരുപക്ഷെ നിങ്ങളപ്പോൾ സമ്മതിക്കുമായിരിക്കാം. ഈ പ്രത്യാശ നഷ്ടം 94 മുമ്പുള്ള കാലഘട്ടത്തിൽ ഇറങ്ങിയ പ്രധാനപ്പെട്ട പാട്ടുകൾ, അന്ത്യകാലത്ത് ആ സമയത്ത് ഇറങ്ങിയ കുറേ പോപ്പുലറായിട്ടുള്ള കുറേ പാട്ടുകളുണ്ട്. നമ്മൾ ഇന്നും അത് വല്ലപ്പോഴൊക്കെ പാടാറുണ്ട്, എന്നാൽ അങ്ങനെ അങ്ങ് പാടാറില്ല. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും, സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ, രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളറി. ശ്രദ്ധിച്ചു അതിൻ്റെ വാക്കുകൾ. മൽപ്രിയനെ എന്നേശു നായകനെ എപ്പോൾ വരും, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഞാൻ ഈ പഴയ ചർച്ചിലെ പാട്ടുകളല്ല പറയുന്നത്, ഈ പോപ്പുലറായിട്ട് ആൾക്കാർ പാടിക്കൊണ്ട് നടക്കുന്ന, മൈക്കിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന
ഈ ആളുകൾ കൺവെൻഷനൊക്കെ മുമ്പ് സ്പീക്കറിൽ വയ്ക്കുന്ന ടൈപ്പ് പാട്ടുകൾ, സിയോൻ യാത്ര ഇതിൽ, അപ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകളായിരുന്നു അന്നത്തെ കാലത്ത് പോപ്പുലറായിട്ടിരുന്നത്. ആ എല്ലാം കർത്താവിൻ്റെ വരവിനെ സംബന്ധിക്കുന്നതായിരുന്നു. ഈ പാട്ടുകളെല്ലാം കർത്താവിൻ്റെ വരവിനെ സംബന്ധിക്കുന്ന പാട്ടുകൾ. അതുപോലെ നമ്മളൊരു ട്രാക്റ്റ് അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ പ്രിൻ്റ് ചെയ്യുന്ന വാക്യം എന്തായിരുന്നു അറിയോ? ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെയായിരിക്കും? ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്. ട്രാക്റ്റ് നിങ്ങൾക്ക് തരുക, ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെയായിരിക്കും? ഉറപ്പുണ്ടോ? 100% പാടാ. വിശ്വാസിയെ സംബന്ധിച്ച് നമ്മൾ മറ്റുള്ളവരുടെ ഉറപ്പ് കൊടുത്തുകൊണ്ടിരുന്ന നമുക്ക് ആ ഉറപ്പ് ഇന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ലൈഫ് വേറൊരു വഴിക്ക് പോയി. ഇപ്പോൾ ചുമ്മാ ഉറപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ പ്രത്യാശയുടെ നഷ്ടം, ആ പാട്ടുകളുടെ കാര്യം നോക്കിക്കേ. പാട്ടുകളുടെ കാര്യം ഇന്ന് അങ്ങനത്തെ ഒരു പാട്ട് ആർക്കും എഴുതാൻ പറ്റുന്നില്ലാത്തതുകൊണ്ടാണ്. അല്ല, ട്രൈ ചെയ്താൽ പോലും എഴുതാൻ പറ്റുന്നില്ല. കാരണം ഇന്ന് പാട്ട് എഴുതുമ്പം പ്രത്യാശ വരുത്താൻ പാടാ. അങ്ങനെയൊന്നും എഴുതിയാൽ ആർക്കും ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ല. കർത്താവ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും ആരാധിക്കുമോ? ആരും ആരാധിക്കില്ല. നിങ്ങളുടെ വിഷയങ്ങളുടെ നടുവിലേക്ക് കർത്താവ് ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ ആരാധിക്കും. നമുക്ക് കർത്താവിനെ നമ്മുടെ വഴിക്കകത്തോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കൊരു സന്തോഷമുള്ളൂ. കർത്താവിൻ്റെ വഴിയിലേക്ക് നമ്മൾ പോകുന്ന കാര്യം നമ്മൾ ആലോചിക്കുന്ന പോലും ഇല്ല. അങ്ങനെ ഒരു ചിന്ത പോലും നമുക്ക് ഇല്ലാത്തൊരു കാലഘട്ടത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ 28 വർഷമായിട്ട് എൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന ഒരു വേദനയായിരുന്നു സ്വർഗത്തിൽ പോകുന്ന ഉറപ്പില്ലാത്ത വിശ്വാസികൾ. അവർ ഈ ഭൂമിയിൽ മാത്രം ആശ വെച്ചവർ, ഈ ഭൂമിയെക്കുറിച്ച് മാത്രം പറയുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, ഈ ഭൂമിയെക്കുറിച്ച് മാത്രം പ്രതീക്ഷ വെച്ചിരിക്കുന്നവർക്ക് ഒമിക്രോണും നിഹു എൻ്റെ ഒരു പുതിയൊരു സാധനം, എന്തൊരു സാധനം, നിഹു അങ്ങനെയൊരു സാധനം പുതുതായിട്ട് പുതിയ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പം ഈ ഭൂമിയിൽ മാത്രം പ്രത്യാശ വെച്ചവൻ്റെ ഗതി എന്താണെന്ന് ഞാൻ ആലോചിക്കുക. കാരണം അടുത്ത് എന്താ വരുന്നതെന്ന് അറിയാത്ത വെപ്രാളം. ഈ ഭൂമിയുടെ മേലുള്ള പ്രത്യാശ വർദ്ധിച്ച്, ആ മോഹങ്ങൾ വർദ്ധിച്ച്, പ്രാർത്ഥനയും ഉപവാസവും എല്ലാം നമ്മൾക്ക് ഈ ലോകത്തിലെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി കർത്താവിനെ നമ്മുടെ ബിസിനസ്സിലേക്ക് ഇറക്കിക്കൊണ്ട് വരാൻ വേണ്ടി ആയി കഴിഞ്ഞപ്പോഴേക്കും കർത്താവിൻ്റെ ബിസിനസ് ആരും ശ്രദ്ധിക്കാതെയായി. ഞാൻ ചെറുപ്പത്തിലെ മനോരമ വായിക്കുമ്പം, പത്രം വായിക്കുമ്പം, പത്രത്തിനകത്ത് ഈ കാനാരി മഠം, തൃശ്ശൂരിനടുത്തൊരു കാനാരി മഠം എന്ന് പറഞ്ഞൊരു ചാത്തൻ സേവാ മഠം ഉണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്? അപ്പോൾ അവരുടെ കേട്ടിട്ടില്ലേ? സന്തോഷം. അപ്പോൾ അവരുടെ പരസ്യങ്ങൾ ഇങ്ങനെ മനോരമയിൽ വരുമായിരുന്നു. പരസ്യം എങ്ങനെയാണ്? നിങ്ങൾക്ക് സന്താന ഭാഗ്യം ഉണ്ടാകാൻ, പ്രശ്നങ്ങൾ മാറാൻ, ബിസിനസ് തടസ്സങ്ങൾ ഉണ്ടോ, രോഗങ്ങൾ മാറാൻ സമീപിക്കുക കാനാരി ചാത്തൻ മഠം. അന്ന് നമ്മൾ സുവിശേഷകർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്നറിയോ? കർത്താവ് വരാൻ പോകുന്നു, മാനസാന്തരപ്പെട്ടോ. ഇതായിരുന്നു നമ്മുടെ മെസ്സേജ്. പതുക്കെ നമ്മൾ അവരുടെ മെസ്സേജിങ് എടുത്തു. ഏതാ? ഇന്ന് നമ്മൾ ട്രാക്റ്റ് അടിക്കുന്നത് നിങ്ങൾ പ്രശ്നത്തിലാണോ, കടഭാരത്തിലാണോ, നിങ്ങളുടെ. അപ്പോൾ അവർ പണി നിർത്തേണ്ടി വന്നു. കാരണം അത്ര ഭയങ്കരമായിരുന്നു നമ്മുടെ ഈ ഇടപെടൽ. അപ്പോൾ നമ്മളിങ്ങനെ ശക്തമായി ഇടപെട്ടപ്പോൾ അവർക്ക് ഇപ്പോൾ അത്ര ആൾക്കാർ ആരും അവരെക്കുറിച്ച് അങ്ങ് ഇല്ലാതായി പോയതുപോലെ ആയിപ്പോയി. കാരണം ആ സ്ഥാനം നമ്മളങ്ങ് കൈയടക്കി. പക്ഷേ ഈ സുവിശേഷം പറഞ്ഞുകൊണ്ട് നടന്നവരുടെ സ്ഥാനത്ത് ഇപ്പോൾ ആരുമില്ല. അതായത് ഇന്നൊരു കൺവെൻഷൻ വന്നാൽ പോലും കർത്താവ് വരാറായി, നമുക്ക് പോകണ്ടേന്ന് ചോദിക്കാൻ പോലും ആരും ഇല്ലാത്ത ഒരു സ്ഥിതി വന്നു. നമ്മൾ അവരുടെ പണി നമ്മൾ ഏറ്റെടുത്തു. ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ പ്രത്യാശയെ പിടിച്ചുകൊള്ളേണ്ടതെന്നും എങ്ങനെയാണ് വിശ്വാസത്താൽ റിസ്റ്റോർഡായി വരേണ്ടതെന്നും ഇത് ഞാനൊരു പ്രസംഗമായിട്ട് നിങ്ങൾ വിചാരിക്കരുത്. ഇതിൻ്റെ ഒരു കരച്ചിലായിട്ട് നിങ്ങൾ കാണണം. കാരണം നമ്മൾ രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. നമ്മൾ എല്ലാം വിട്ട് ഹൈന്ദവ മാർഗത്തിൽ നിന്നും യാക്കോബായെന്നും കത്തോലിക്കെന്നും മുസ്ലിമിൽ നിന്നൊക്കെ ആൾക്കാർ എവിടെ നിന്നൊക്കെ വന്ന് ക്രിസ്ത്യാനികളായിട്ടുണ്ട്. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, പോകുമോ സ്വർഗത്തിലെന്ന് ഉറപ്പില്ല, അതും പോയി ഇതും പോയ അവസ്ഥയിലാണ് വലിയൊരു പങ്ക് ആൾക്കാർ. ഒരു കൂട്ടായ്മ പോലും കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥയിൽ എത്ര ആളുകൾ ഈ കേരളത്തിൽ ഉണ്ട്. ഒരു സഭയിലേക്ക് ഒരാളെ പറഞ്ഞു വിട്ടാൽ ആ സഭയിൽ ചെന്നാൽ അയാൾ ക്രിസ്തുവിനെ പോലെ ആകുമോ, മാമോനെ പോലെ ആകുമോ, ലോകത്തിൻ്റെ പ്രഭുവിനെ പോലെ ആകുമോ, ഏത് ഷേപ്പിൽ ഒരു 40 വർഷം കഴിഞ്ഞ് അയാൾ തിരിച്ചു വരും അറിയില്ല. അപ്പോൾ വലിയൊരു അർത്ഥത്തിൽ ഇത് സഭയുടെ ഫെയിലിയറും കൂടെയാണ്. സഭയുടെ ഫെയിലിയർ. ഞാനീ ഒരു വലിയ ചർച്ചിൽ പ്രസംഗിച്ചുകൊണ്ട് അവർക്ക് ബാൽക്കണിയൊക്കെ ഉണ്ട്, വലിയ ഭയങ്കര ചർച്ച. അപ്പം ഞാനവിടെ ചെന്നപ്പം പാസ്റ്ററാണ് എല്ലാ പരിപാടികളും ചെയ്യുന്നത്. പ്രാർത്ഥിക്കുന്ന പാസ്റ്റർ, പാട്ട് പാടുന്ന പാസ്റ്റർ, നല്ല പാട്ടുകാരനാണ്, സങ്കീർത്തനം വായിക്കുന്ന പാസ്റ്റർ, പ്രസംഗിക്കുന്ന പാസ്റ്റർ, സാക്ഷ്യം പ്രബോധനമൊന്നുമില്ല, അവസാനം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്ന പാസ്റ്റർ. അപ്പം ഞാൻ പാസ്റ്റർ ചോദിച്ചു, ഒരു 2 മിനിറ്റ് ആരോടെങ്കിലും ഒരു പ്രബോധനം പറയാനോ ഒരു സാക്ഷ്യം പറയാനോ കൊടുത്തുകൂടെ എന്ന് വെച്ചാൽ പാസ്റ്റർ പറയാം, എനിക്കിനി 3 മാസം കൂടെ ഇവിടെ ഉള്ളൂ, ഞാൻ പോകും. ആരെങ്കിലും ഒരുത്തൻ പ്രബോധനം പറയാൻ കയറിയാൽ പിന്നെ അവിടെ അടിയാണ്. ഞാൻ പറഞ്ഞു 40 വർഷം
ഈ സഭയിൽ ഈ വിശ്വാസികൾ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ? നിങ്ങൾക്കറിയാമോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന്? ഒരു ചർച്ച് പണിയാൻ അവർ പിരിക്കണം അല്ലേ? പാസ്റ്റർമാരാണോ പൈസ തരുന്നത്? വിശ്വാസികളാണ് തരുന്നത് അല്ലേ? അവർ പാസ്റ്റർമാർക്ക് വരുമാന മാർഗം കൊടുക്കണം, ജീവിതം ഉണ്ടാക്കി കൊടുക്കണം, കെട്ടിടം പണിയണം, പിന്നെ മിഷനെ സപ്പോർട്ട് ചെയ്യണം. ഓരോ സഭയുടെ ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ ഇവരുടെ അടുത്തൊരു പേപ്പർ വരുന്നത്. പിന്നെ ഇവരുടെ ടൈം, ഉപവാസ പ്രാർത്ഥന, ഏതെങ്കിലും ഒരു ഇൻഡിപെൻഡൻസ് ഡേക്ക് പിള്ളേരെ ഏതെങ്കിലും കറങ്ങി നടക്കാമെന്ന് വിചാരിക്കും, ഉടനെ ഒരു മീറ്റിംഗ് വയ്ക്കും. അവരെ വിളിച്ച് അവരുടെ ആ സമയം കൂടെ അവധികൾ മുഴുവൻ നമ്മളിങ്ങനെ എടുക്കുക. പക്ഷേ അവസാനം കിട്ടുന്ന റിസൾട്ട് എന്താണെന്നറിയോ? കയറി ഒരു വർത്തമാനം സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ അടി വീഴുന്ന അത്ര ആത്മീക വളർച്ചയാണ്. ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ ടൈമും പണവും കൊടുത്തിട്ട് ഇവർക്ക് ലഭിക്കുന്ന, ആലോചിക്കുക എന്ത് വലിയ നഷ്ടത്തിലാണ് ഈ സഭ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് കർത്താവിൻ്റെ സഭയിൽ വന്നിട്ട് എത്ര വർഷങ്ങൾക്ക് ശേഷവും അവർക്ക് യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലാനോ ആ പരിജ്ഞാനം പ്രാപിക്കാനോ ഒരു വചനം ക്ലിയറായിട്ട് അവർക്ക് മനസ്സിലായ കാര്യം ഹൃദയത്തിൽ തട്ടി പറയാനോ പറ്റാതെ ജസ്റ്റ് കേട്ടുകൊണ്ടിരിക്കുന്ന കേൾവിക്കാർ മാത്രമായ, ചെവിക്ക് മാന്ദ്യം സംഭവിച്ച വലിയൊരു കൂട്ടം വിശ്വാസികൾ, പ്രത്യാശ നഷ്ടപ്പെട്ടവർ നമ്മുടെ സഭകളിൽ ഈ പ്രസംഗം കേട്ടുകൊണ്ട് ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. ഈ ദുരിതം കർത്താവ് കാണുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്. ലാവോദിക്യ സഭയോട് കർത്താവ് പറഞ്ഞ പോലെ, കണ്ടാലും ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. അപ്പം നമ്മൾ പറയുന്നത് ഹൃദയത്തിൻ്റെ വാതിലാണ്. ഹൃദയത്തിൻ്റെ വാതിലല്ല, സഭയുടെ വാതിലാണ്. ഈ സഭയുടെ വാതിലിന് വെളിയിൽ കർത്താവ് നിന്ന് മുട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയ്ക്കകത്ത് ആരില്ല? കർത്താവില്ല. സഭയിൽ കർത്താവില്ലാത്തതുകൊണ്ട് സഭയുടെ വെളിയിൽ നിന്ന് കർത്താവ് മുട്ടുക. അപ്പം അതിനർത്ഥം സഭയിലുള്ളവർക്ക് അറിയത്തില്ല കർത്താവ് ഇവിടെ ഇല്ല എന്നുള്ള കാര്യം. അവർ പറയുന്നത് കർത്താവ് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് വൈബ്രേഷനോട് പറയുമ്പോൾ കർത്താവ് ഇങ്ങനെ ഇറങ്ങി വരുമെന്ന്. യേശു ക്രിസ്തു എന്ന വാക്ക് ആഴ്ചകളായിട്ട് സംസാരിക്കാത്ത സഭകളുണ്ട്. ക്രിസ്തീയ സഭ, പെന്തക്കോസ്തുകാരെ, കത്തോലിക്കരില്ല കേട്ടോ. കത്തോലിക്കർ അറ്റ്ലീസ്റ്റ് വിഗ്രഹാരാധനയാണെങ്കിൽ ആ കുർബാനയെങ്കിലും ചൊല്ലും, കർത്താവ് എന്ന് പറയും. ഇവിടെ ആഴ്ചകളായിട്ട് യേശുക്രിസ്തു എന്നൊരു വാക്ക് പറയാത്ത പെന്തക്കോസ്ത് സഭകളുണ്ട്. ഞാൻ പറയട്ടെ, ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അവർ വരുന്നു, പ്രാർത്ഥിക്കുന്ന എന്താ? അവിടുത്തെ അച്ചായൻ്റെ വിസയ്ക്ക് വേണ്ടി, അമ്മായിയുടെ ട്രാവലിന് വേണ്ടി, അവരുടെ പിള്ളേരുടെ എഡ്യൂക്കേഷന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. 2 പാട്ട് പാടുന്നു, കൈയടിച്ച്. പാട്ട് പഴയ നിയമത്തിൽ നിന്നാകാം, യാഹ് നല്ല ഇടയൻ പാടാം, ഹാ മനോഹരം യാഹ് നിൻ്റെ അലയെന്ന് പാടാം, പഴയ നിയമത്തിൽ നിന്നാകാം. സങ്കീർത്തനം വായിച്ച് ദാവീദിനെ കുറിച്ചൊരു പ്രസംഗം പറയാം, പിന്നെ സാക്ഷ്യം പറയാം. ഞങ്ങൾ ഇന്നലെ വണ്ടി പോയപ്പോൾ ഒരു വണ്ടി ഇടിക്കേണ്ടതായിരുന്നു, കഷ്ടിച്ച് രക്ഷപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച അനേകം ആൾക്കാർ രോഗികളും ദുഃഖിതരുമായി ആശുപത്രി കിടന്നു, കുറേ ആൾക്കാർ മരിച്ചുപോയി. ഞങ്ങൾക്ക് മാത്രം ജീവനുള്ളവരുടെ ദേശമായ ചെങ്ങന്നൂരിൽ ഇങ്ങനെ ഇരിക്കാൻ ദൈവം സഹായിച്ചതിന് സ്തോത്രമെന്ന് പറയാം. കുറേ ആൾക്കാരെയൊക്കെ കർത്താവ് സ്വർഗത്തിൽ കൊണ്ടുപോയി, ഞങ്ങളെ കൊണ്ടുപോകാതെ ഇവിടെ ഇട്ടതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറയാം. പിന്നെ ഏതെങ്കിലും ഒരു സ്പെഷ്യലിസ്റ്റ് പ്രസംഗകൻ വന്നിട്ട്, മോശയുടെ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും. ഈ പ്രസംഗർക്കെല്ലാം സ്പെഷ്യൽ മെസ്സേജുകളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടത്? ആദ്യം വരുമ്പോൾ അവർ ആ സ്പെഷ്യൽ മെസ്സേജ് പറയുള്ളൂ, എന്നാലേ നിങ്ങളെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലേ അടുത്ത പ്രാവശ്യം വിളിക്കുകയുള്ളൂ. അതുകൊണ്ട് നല്ല ഇമ്പ്രസീവായിട്ട് പറയണം. അപ്പം ചിലപ്പോൾ മോശയുടെ കാര്യമായിരിക്കും പുള്ളിക്ക് ഏറ്റവും നല്ലോണം പറയാൻ പറ്റുന്നത്. അത് പറയും. ഒരാഴ്ചയല്ല, 2 ആഴ്ചയല്ല, 3 ആഴ്ചയല്ല, യേശു കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചുവെന്നോ, അവൻ നമ്മളെ വീണ്ടും ജനിപ്പിച്ചുവെന്നോ, കർത്താവ് വരാൻ പോകുന്നുവെന്നോ, നമ്മുടെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നുവെന്നോ ഒരു വാക്കുപോലും പറയാതെ, യഹൂദന്മാരുടെ സിനഗോഗ് വർഷിപ്പ് പോലെ കർത്താവില്ലാതെ എത്രയോ ആഴ്ചകൾ പോയാലും ഞങ്ങൾ ക്രിസ്തീയ സഭയിലല്ല പോകുന്നതെന്നുള്ള കാര്യം ഇരിക്കുന്ന ജനമോ നയിക്കുന്ന പാസ്റ്ററോ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ കാര്യം. ശരിക്കും കർത്താവിനെ പുറന്തള്ളിയ ഒരവസ്ഥയിലാണ് ഇന്ന് നമ്മളുള്ളത്. ഇനി ഒരു കാര്യം ചോദിക്കാം, ഈ യേശു കർത്താവ് പറഞ്ഞ പഠിപ്പിക്കലുകൾ നോക്കിക്കേ. കർത്താവ്, ഈ സാധാരണഗതിയിൽ നമ്മൾ ബൈബിൾ വായിക്കാൻ ഒരാളുടെ കൊടുത്തു കഴിഞ്ഞാൽ പഴയ നിയമം തൊട്ട് വായിച്ചു കഴിഞ്ഞാൽ അയാൾ എങ്ങും എത്തുകയില്ല. അപ്പോൾ നമ്മൾ പറയും പുതിയ നിയമം വായിച്ചാൽ മതി. പുതിയ വിശ്വാസികളോട് ഇനി നിങ്ങളാരും പറഞ്ഞാൽ കരുതി ഇയാൾ പഴയ നിയമം വായിക്കേണ്ടെന്ന് പറഞ്ഞത്. അതങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഫേസ്ബുക്കിലെ പരിപാടികൾ. എവിടെന്നെങ്കിലും ഒരു ലൈൻ വെട്ടിയെടുത്തിട്ടത് മെസ്സേജായിട്ട് പോകും. മത്തായിയുടെ സുവിശേഷം വായിച്ചു തുടങ്ങുമ്പം ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഈ ജനിപ്പിച്ചു എന്നുള്ള കുറേ പേരുകളാണ്. അതെങ്ങനെയെങ്കിലും അത് ജീവിച്ച് മുമ്പോട്ട് വന്നു കഴിയുമ്പോഴേക്കും 5-ാം അധ്യായത്തിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും നമ്മളെല്ലാം സ്റ്റക്കാവും. കാരണം കർത്താവ് പഠിപ്പിച്ച ഈ കാര്യങ്ങളൊന്നും നമ്മൾ ആരും അനുസരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ആരും അനുസരിക്കാനും പോകുന്നില്ല. അത് പ്രസംഗിക്കാനും പറ്റത്തില്ല. നിങ്ങൾ പറയും ഞങ്ങൾ അനുസരിക്കുമെന്ന് പറഞ്ഞ് ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അവരെ ഞാൻ ഈ 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് കൈ വെക്കണം. നിങ്ങളുടെ വലത് കണ്ണ് നിങ്ങൾക്ക് ഇടച്ച വരുന്നുണ്ടെങ്കിൽ ചൂഴ്ന്നെടുത്ത് നിങ്ങളുടെ
എന്താ ഒരു നാഴിക നിങ്ങളോട് പോകാൻ ആഗ്രഹിച്ച് ഒരുത്തം പറഞ്ഞാൽ 2 നാഴിക വേണം. ചിലപ്പോൾ വണ്ടി വിടുന്ന കാര്യമായിരിക്കും, അത് വണ്ടി കൊണ്ടുപോയി ഞാൻ വിടാൻ ബ്രദറെ, അതല്ല. 2 ഉടുപ്പുള്ളവനൊന്ന്, അത് സെർമൺ ഓൺ ദി മൗണ്ട് ഗുരുപ്രഭാഷണത്തിലല്ല, എന്നാലും 2 ഉടുപ്പുള്ളവനൊന്നും ഇല്ലാത്തവന് ശത്രുക്കളെ സ്നേഹിക്കുക, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ. പിന്നെ ബാക്കി കർത്താവിൻ്റെ ഉപദേശങ്ങൾ വരുമ്പോഴേക്കും നിങ്ങളുടെ സ്വത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക. പിന്നെ സുവിശേഷകരോട് പറയുന്നത്, നിങ്ങൾ സുവിശേഷം പറയാൻ പോകുമ്പോൾ ബാഗ് എടുക്കരുത്, ചെരുപ്പ് എടുക്കരുത്, എക്സ്ട്രാ തുണി എടുക്കരുത്. ഏതെങ്കിലും നാട്ടിൽ പോയാൽ ഒരാളുടെ വീട്ടിൽ കയറി അവിടെ താമസിക്കുക, അവരിറക്കി വിടുമ്പം കാലിലെ പൊടിയും തട്ടി ബൈ ബൈ എന്ന് പറഞ്ഞ് അടുത്ത് വീട്ടിൽ പോവുക. ഇങ്ങനെയുണ്ട്. അനുസരിച്ചിട്ടുള്ളവർ ഏതെങ്കിലും ഒരെണ്ണം. നിങ്ങളുടെ വീട്ടിലൊരു അത്താഴമോ മുത്താഴമോ കല്യാണമോ നടന്നാൽ നിങ്ങളുടെ ബന്ധുക്കളെ സ്വന്തക്കാരെ വിളിക്കാതെ വഴിയിരിക്കുന്ന കുരുടരെയും കുഷ്ഠരോഗികളെയും മുടന്തരെയും വിളിച്ച് കല്യാണ സദ്യ കൊടുത്തവരാരെങ്കിലും ഇവിടെ? പിന്നെ നിങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ എന്തനുസരിക്കണമെന്നാ? ഷേവ് ചെയ്യണമെന്നാ? വെള്ളവസ്ത്രം ധരിക്കണമെന്നാ? അപ്പോൾ എന്തായി അനുസരിക്കുന്നത്? ചുമ്മാതാണോ പ്രത്യാശ പോയേക്കുന്നത്? കാരണം ഒന്നും അനുസരിക്കാത്ത എന്നെ കണ്ണാടിയിൽ നോക്കിയാൽ ഞാൻ സ്വർഗത്തിൽ പോകില്ല എന്ന് എനിക്ക് തന്നെ. അപ്പോൾ പാസ്റ്റർമാർ വന്ന് പ്രസംഗിക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചൂട് കാണിച്ചാൽ തിരിച്ച് നിങ്ങൾ ചോദിക്കും പാസ്റ്റർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം ഉപദ്രവം ഒഴിവാക്കാൻ നമുക്ക് ദാവീദോ ഏലിയാവോ ഒക്കെ പ്രസംഗിച്ചാൽ ഇങ്ങനൊരു പ്രശ്നമില്ല. അപ്പം ഇങ്ങനെ നമ്മൾ രക്ഷപ്പെട്ട് പോകുന്നതനുസരിച്ച് യേശു ക്രിസ്തു നമ്മളെ നകന്ന് കർത്താവുമായിട്ടൊരു ബന്ധമില്ലാത്ത ആളുകളായിട്ട് നമ്മൾ. എന്തെങ്കിലും ഒരു വഴി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ രക്ഷപ്പെടാൻ? ഈ രക്ഷപ്പെടാൻ, അതായത് നമ്മൾ എന്തായാലും അനുസരിക്കാൻ പോകുന്നില്ല അല്ലേ? ഉണ്ടോ? നമ്മൾ പ്രസംഗിക്കുകയുള്ളൂ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? കർത്താവ് പറഞ്ഞൊരു കാര്യം. ഇപ്പം നിങ്ങൾ പറയായിരിക്കും, ഈ മനുഷ്യൻ വലിയ പ്രസംഗം പറയുന്നത് ഇയാൾ അനുസരിച്ചിട്ടാണോ നിങ്ങൾ ചോദിക്കുന്നില്ലേ? എൻ്റെ കാര്യവും കണക്കാ. അപ്പോൾ പിന്നെ നമ്മുടെ ഹോപ്പ് എന്താണ്? നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? ഈ സാധാരണഗതിയിൽ ഈ സുവിശേഷ പ്രസംഗത്തിൻ്റെ പാസ്റ്റർമാർ പ്രസംഗിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ വിചാരം സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്ന ആൾ എല്ലാം തികഞ്ഞവരും പെർഫെക്റ്റും ഒരു തെറ്റിലും വീഴാത്തവരുമാണ്. ഈ മുമ്പിലിരിക്കുന്ന ആൾക്കാർക്ക് കോപമുണ്ട്, അതിനെതിരെ പ്രസംഗിക്കുന്നു. നിങ്ങളുടെ കോപം പരിഹരിക്കുന്ന 10 വഴികൾ. അപ്പോൾ അതിനർത്ഥം നിങ്ങളപ്പോൾ എന്ത് ചിന്തിച്ചോളൂ, ഈ മനുഷ്യൻ ഈ 10 വഴികളൊക്കെ പ്രയോഗിച്ച് ഓൾറെഡി കോപം മാറ്റിയ ആളാണ്. പക്ഷേ യെശയ്യാവ് അങ്ങനെയൊക്കെ ആദ്യം ചിന്തിച്ചുകൊണ്ടിരുന്നത്. യെശയ്യാവ് ആദ്യം നല്ല വഴക്ക് ഇസ്രായേൽ മക്കളെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പോൾ അതുവരെ യെശയ്യാവ് ഈ നമ്മുടെ പാസ്റ്റർമാരെ പോലെ ആയിരുന്നു. അവരെല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈ സ്റ്റേജിന് മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാർക്കെല്ലാം എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട്. ചിലർക്ക് വീട്ടിലെ പ്രശ്നം, ചിലർക്ക് ക്ഷമ കിട്ടുന്നില്ല, ചിലർക്ക് അനുസരിക്കാൻ പറ്റുന്നില്ല, ചിലർക്ക് സ്നേഹമില്ല, ചിലർ അയൽവക്കാരുടെ വഴക്കുണ്ടാക്കുന്നു, ചിലർ കള്ളു കുടിക്കുന്നു, ചിലർ വഴക്കുണ്ടാക്കുന്നു. ഇതിനെല്ലാം ഉള്ള പരിഹാരമാണ് ഈ പുൾപിറ്റിൽ നിന്ന് വരുന്ന ഇടികൾ അല്ലേ? യെശയ്യാവ് അങ്ങനെയായിരുന്നു. ഒറ്റ നിമിഷം കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ യെശയ്യാവിൻ്റെ ഹൃദയം തകർന്നുപോയി. അപ്പോഴാണ് യെശയ്യാവ് ഞെട്ടിപ്പിക്കുന്ന രഹസ്യം മനസ്സിലാക്കുന്നത്. എൻ്റെ കയ്യിൽ സൊല്യൂഷൻ ഇല്ല, ഞാനും എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാം പ്രോബ്ലമാണ്. സൊല്യൂഷൻ ദൈവത്തിൽ നിന്ന് വരണമെന്നും ദൈവം രക്ഷിച്ചില്ലെങ്കിൽ ആരും രക്ഷപ്പെടില്ലെന്നും അത് മനുഷ്യരാൽ അസാധ്യമെന്നും എന്നാൽ ദൈവത്താൽ മാത്രമാണ് നമ്മുടെ രക്ഷ സാധിക്കുകയുള്ളൂ എന്നും യെശയ്യാവിന് മനസ്സിലായ ശേഷം. ഓക്കെ, അപ്പോൾ എവിടെ നിന്ന് സുവിശേഷം വായിച്ച് തുടങ്ങണം? മത്തായിയുടെ സുവിശേഷം വായിച്ചാൽ നമ്മൾ ഇങ്ങനെ സ്റ്റക്കാവും. എങ്ങനെ സ്റ്റക്കാവും? ഇതനുസരിക്കാൻ പറ്റത്തില്ല, പിന്നെ പ്രസംഗിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ മത്തായി, മർക്കോസ്, ലൂക്കോസ് വായിച്ച് തുടങ്ങി കഴിയുമ്പോഴുള്ള പ്രോബ്ലം ഇത് എങ്ങനെ അനുസരിക്കും എന്നുള്ളൊരു പ്രോബ്ലം വരും അല്ലേ? ധനവാനായൊരു മനുഷ്യൻ യേശുവിനെ പിന്നാലെ എന്നിട്ട് പറഞ്ഞു, ദൈവരാജ്യത്തിൽ കിടക്കാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ കർത്താവ് പറഞ്ഞു, കൽപ്പനകളെ പ്രമാണിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ചെറുപ്പം തൊട്ടേ കൽപ്പനകളെല്ലാം പ്രമാണിക്കുന്ന ആളാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, നീ നിനക്കുള്ളതെല്ലാം വിറ്റ് നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവന് വളരെയധികം സമ്പത്തുള്ള ആളായിരുന്നത് കൊണ്ട് ഇവൻ ദുഃഖിച്ച് പോയി. ഈ പ്രസംഗം പറയാറുണ്ടോ നമ്മൾ സ്റ്റേജിൽ എവിടെയെങ്കിലും? അത് പറഞ്ഞു കഴിയുമ്പം
കുറച്ചു നേരം കഴിയുമ്പോൾ കർത്താവ് പറയുന്നൊരു വാക്യമാണ്, ധനവാൻ സ്വർഗത്തിൽ കിടക്കുന്നതിനേക്കാളും ഒട്ടകം സൂചിക്കൊഴിലൂടെ കിടക്കുന്നതാണ് എളുപ്പം. സൂചിക്കൊഴിയുടെ നൂല് കടത്താൻ നമ്മുടെ സഹോദരിമാർ പെടുന്ന പാട് നമുക്കറിയാം. അതേസമയത്ത് ആ സൂചിക്കൊഴിലൂടെ ഒരൊട്ടകം കടന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? അവിടെയാണ് നമ്മൾ പ്രസംഗകൻ്റെ മിടുക്ക്. പ്രസംഗകന് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം. അപ്പം ധനവാൻ എങ്ങോട്ട് പോവില്ല? ദൈവരാജ്യത്തിൽ പോവില്ല. എന്തുകൊണ്ട് പോവില്ല? ഒട്ടകം സൂചിക്കൊഴിലൂടെ പോയ ശേഷം മാത്രമേ ധനവാൻ. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ഈ ധനവാന്മാരെല്ലാം കൂടെ എന്ത് ചെയ്യും? ധനവാന്മാരുണ്ടെങ്കിലേ കൺവെൻഷൻ നടക്കുകയുള്ളൂ, ചർച്ച് പണിയാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ നമുക്ക് ആകെ ഉള്ളൊരു വഴി എന്ന് പറയുന്നത് ഈ സൂചിക്കുഴ വലുതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ സൂചിക്കുഴ എത്രയും വലുതാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടകമല്ല, ആനയും തിമിംഗലവും കയറി ഇറങ്ങാവുന്നത് പോലെ ഈ സൂചിക്കുഴ ഇന്ന് സഭ വലുതാക്കി ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ആർക്കാ കൂടുതൽ സ്വാഗതം? ധനവാന്മാർക്കാ, അല്ലേ? അപ്പോൾ ഇതിനു വേണ്ടി ഈ പ്രസംഗകർ ഒരു തന്ത്രം കണ്ടുപിടിച്ചു. ഈ തന്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെ, സൂചിക്കുഴ എന്ന് കർത്താവ് പറഞ്ഞത് യെരുശലേമിലേക്ക് കടക്കുന്നിടത്ത് ഒരു സൂചിക്കുഴ എന്നു പേരുള്ള ഒരു ഗോപുരവാതിലുണ്ടായിരുന്നു. ആർക്കറിയാം? അതിലേ കിടക്കണമെങ്കിൽ ഒട്ടകങ്ങളൊന്ന് കുനിഞ്ഞു കൊടുക്കണമായിരുന്നു, ലഗേജ് എല്ലാം ഇറക്കിയിട്ട്. അപ്പോൾ ധനവാന്മാരകത്ത് കയറാൻ എന്ത് ചെയ്താൽ മതി? ഒന്ന് കുനിഞ്ഞു കൊടുത്താൽ മതി എന്ന് വ്യാഖ്യാനിച്ചെടുത്തു. നമ്മൾ രക്ഷപ്പെടുത്തിയെടുത്തു. ആരെ? ധനവാന്മാരെ മൊത്തം രക്ഷപ്പെടുത്തിയെടുത്തു. പക്ഷെ അങ്ങനെ ഒരു ഗോപുരവും അടിയില്ല, അങ്ങനെ കുനിയുന്ന ഒട്ടകങ്ങളും ഇല്ല. ഇതാണ് ഈ പണ്ഡിതന്മാരുടെ പ്രശ്നം. പണ്ഡിതന്മാർ ലൈബ്രറിയിൽ പോയി ഏതെങ്കിലും പുസ്തകം എടുക്കുമ്പോൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, എന്നാൽ പിന്നെ ഇതായിരിക്കും. ബൈബിളല്ല കേട്ടോ. ബൈബിളുണ്ടോ അങ്ങനെ ഒരു കുനിയുന്ന ഗോപുരം ഒട്ടകം ഉണ്ടോ? ഇല്ല. അങ്ങനെ നമ്മൾ വളരെ സൂത്രത്തിൽ ഗിരിപ്രഭാഷണത്തെക്കുറിച്ച് 150 പ്രസംഗം, 500 പ്രസംഗം, നിങ്ങളുടെ ചർച്ചിൽ ഗിരിപ്രഭാഷണം പ്രസംഗിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്ന വീരന്മാർ. പക്ഷേ എല്ലാം പറയുന്നുണ്ടെങ്കിലും ഇവരുടെ എല്ലാ അവസ്ഥ എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ് എന്നുള്ളതാണ് സത്യം. ഞാൻ പറഞ്ഞ സത്യമാണോ? നിങ്ങൾ വിചാരിക്കുക, എൻ്റെ ദൈവമേ, ഈ മനുഷ്യനെ എന്തായിരിക്കും പറഞ്ഞു പിടിപ്പിക്കാൻ പോകുന്നത്? ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എവിടെ എത്തിക്കുമെന്നല്ലേ? അപ്പോൾ കർത്താവ് അവനോട് പറയുന്നൊരു, അപ്പം ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ധനവാന്മാർക്ക് സ്വർഗ്ഗരാജ്യത്തിൽ പോകണമെങ്കിൽ ഒട്ടകം സൂചിക്കുകളുടെ കിടക്കണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെടാൻ ആരെ കൊണ്ടേലും പറ്റുമോ? കാരണം എല്ലാവർക്കും എന്തെങ്കിലും തരത്തിൽ എന്തുണ്ട്? ധനമുണ്ട്. ധനം എന്ന് പറഞ്ഞാൽ പൈസ മാത്രമല്ല. ചിലരുടെ ധനം എന്ന് പറയുന്നവരുടെ കുടുംബ മഹിമയാണ്. വാ തുറന്ന് അവരതേ പറയുള്ളൂ. അല്ലെങ്കിൽ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പൊങ്ങച്ചം, ഇതെല്ലാം നമ്മുടെ ധനത്തിൻ്റെ ഭാഗമാണ്. ഇതുള്ളവരൊന്നും എങ്ങോട്ട് പോവില്ല. അപ്പോൾ ശിഷ്യന്മാർ പറയും, ഇങ്ങനെ നീ പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും കാണുമോ സ്വർഗത്തിൽ? അപ്പോൾ കർത്താവ് പറയുന്നൊരു വാക്യമാണ് നമ്മുടെ ഒരു ആശ്വാസം, അത് മനുഷ്യരാൽ അസാധ്യം. അപ്പോൾ ഈ സുവിശേഷം നമ്മളോട് എന്താ പറയുന്നത്? ഇതൊന്നും നിങ്ങളെ കൊണ്ട് സാധ്യമല്ല, പക്ഷേ നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ഒരാളുണ്ട്, അവനെക്കൊണ്ട് ഇതെല്ലാം സാധ്യമാണ്. അപ്പോൾ അവനെക്കൊണ്ട് എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നതെന്നുള്ളതാണ് ഈ സുവിശേഷം, അപ്പോസ്തലിക ഉപദേശം. പുതിയ നിയമം മുഴുവൻ നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് നമ്മളെ അനുസരിപ്പിക്കുന്നവരാക്കി മാറ്റുന്നത് എന്നതാണ്. ഹൗ ഡു വി ബിക്കം ഒബീഡിയൻറ്റ്? ഓക്കെ, ആ അനുസരണം എന്താണ്? ആ അനുസരണം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ ആദ്യം നമ്മൾ വായിച്ചു തുടങ്ങേണ്ടത് യോഹന്നാൻ്റെ സുവിശേഷമാണ്. അവിടെയാണ് നമുക്ക് അനുസരണത്തെക്കുറിച്ചുള്ള പാഠങ്ങൾ ലഭിക്കുന്നത്. അതായത് എങ്ങനെ അനുസരിക്കാം. കർത്താവ് പറയാണ് 15-ാം അധ്യായത്തിൽ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. അപ്പോൾ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് യോഹന്നാൻ പറയുന്ന മറുപടി, ഞാൻ അവനിലും അവൻ്റെ വചനം എന്നിലും വസിക്കണം. അപ്പോൾ ക്രിസ്തു എന്നിൽ വസിച്ചിട്ടല്ലാതെ എനിക്കൊന്നും ചെയ്യുവാൻ സാധിക്കില്ല. അപ്പോൾ ക്രിസ്തു എന്നിൽ വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രിസ്തു എന്നിൽ വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും ജനിക്കണം, ദൈവത്തിൻ്റെ മക്കളായി മാറണം. അപ്പം വീണ്ടും ജനനത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കം ശരിക്കും വരുന്ന എവിടെ നിന്നാണെന്നറിയോ? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ്. കാരണം യോഹന്നാൻ്റെ സുവിശേഷം വായിക്കാനും മനസ്സിലാക്കാനും ഒരു ബാക്ക്ഗ്രൗണ്ടും ആവശ്യമില്ല. ഏത് മതത്തിൽപ്പെട്ടവനും ഏത് ബാക്ക്ഗ്രൗണ്ടിലുള്ളവനും യോഹന്നാൻ്റെ സുവിശേഷം വായിച്ചാൽ സുവിശേഷം മനസ്സിലാവും. അതിൻ്റെ 1:12 വാക്യത്തിൽ കർത്താവ് പറയുന്നൊരു വാക്യമുണ്ട്, അവനെ കൈക്കൊണ്ട്. അപ്പോൾ ആരുണ്ട് ഉള്ളിൽ? അവനെ കൈക്കൊണ്ട് യേശു ഉള്ളിൽ വരും. അപ്പോൾ യേശു ഉള്ളിലില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അല്ലേ? അപ്പോൾ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവ മക്കളാകുവാൻ
അധികാരം കൊടുത്തു. അപ്പോൾ ദൈവമക്കളാണെങ്കിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അവനെ ഉള്ളിൽ കൈക്കൊള്ളണം. അപ്പം നമ്മുടെ ഉള്ളിൽ ആര് വേണം? കർത്താവ് വേണം. മറ്റൊന്ന്, അവൻ്റെ നാമത്തിൽ നമ്മൾ വിശ്വസിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. അറിയാമല്ലോ, നമുക്കറിയാവുന്ന കാര്യമാണ്. അടുത്ത വാക്യം പറയുന്നത് ദൈവത്തിൻ്റെ മക്കളാകുകയില്ലാത്ത വഴികൾ, അതായത് ഇങ്ങനെയൊന്നും ദൈവത്തിൻ്റെ മക്കളാകാൻ പറ്റുകയില്ല. ഒന്ന്, രക്തത്താൽ സാധിക്കില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിൻ്റെ മകനാണെങ്കിൽ എൻ്റെ മകനാകണമെന്ന് നിർബന്ധം ഇല്ല. അതായത് രക്തത്താൽ ഈ മക്കളെ സൃഷ്ടിക്കാൻ സാധിക്കില്ല. കാരണം തലമുറകളായി ദൈവത്തിൻ്റെ മക്കളാകാൻ പറ്റില്ല. ഞങ്ങൾ 3-ാം തലമുറ പെന്തക്കോസ്ത്, അതിനകത്ത് എത്ര എണ്ണം ദൈവത്തിൻ്റെ മക്കളാന്നുള്ള കാര്യം ആരാ തീരുമാനിക്കുന്നത്? ക്രിസ്തു എത്ര പേരുടെ ഉള്ളിലുണ്ട് അതാണ് തീരുമാനിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ രക്തത്താലാവില്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? സംശയമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക്. ഇനി രണ്ടാമത്തത്, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല. നമ്മൾ വലിയൊരു പങ്ക് ആൾക്കാരും രക്ഷിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് ഒന്ന് കൈപൊക്കിയതിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്ന് കരഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലോ ആണ്. ഏതെങ്കിലും ഒരു കൺവെൻഷൻ തീരാൻ നേരത്ത്, പണ്ടത്തെ കാലത്താണ്, ഇപ്പം അതൊന്നുമില്ല. ഇപ്പം കർത്താവ് ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞുള്ള ഇറക്കി വരുത്തലാണ്. കർത്താവ് പണ്ടേ വന്നാലേ, പണ്ടേ വന്നു പോയി, പിന്നെ ആത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഇനി എന്താ ഇറങ്ങി വരാനെന്ന് എനിക്കറിയത്തില്ല. അന്നത്തെ കാലത്തൊക്കെ ഒരു ആഹ്വാനം വരും. ഞാൻ 92-ലാണ് സുവിശേഷത്തിൻ്റെ ആഹ്വാനം കേൾക്കുന്നത്. സുവിശേഷത്തിൻ്റെ ആഹ്വാനം ഇങ്ങനെയായിരുന്നു. പുള്ളി പ്രസൻറ്റ് ചെയ്ത ശേഷം ഞാനിങ്ങനെ രണ്ടാമത്തെ നിരയിലിരിക്കുകയാണ്. ഒരു CSA പള്ളിയുടെ ഓഡിറ്റോറിയത്തിലാണ് ഈ കൺവെൻഷൻ നടക്കുന്നത്. സുവിശേഷം പറയുന്നത്. സുവിശേഷം പറഞ്ഞ് തീരാറായപ്പം ഈ പാസ്റ്റർ പ്രസംഗിച്ച സുവിശേഷകൻ അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഈ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ടവരെല്ലാം എഴുന്നേക്കാൻ പറഞ്ഞു. ഇപ്പോൾ കുറേ പേര് എഴുന്നേറ്റു. ഇതിനു മുൻപ് ഓൾറെഡി രക്ഷിക്കപ്പെട്ടവരെല്ലാം എഴുന്നേക്കാം. അപ്പോൾ കുറേ ആളുകൾ എഴുന്നേറ്റു. എനിക്കിതൊന്നും മനസ്സിലായില്ല. ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അന്ന് ഞാൻ ഭയങ്കര തടിയനാണ്. അപ്പോൾ ആൾക്ക് പെട്ടെന്ന് എന്നെ നോട്ട് ചെയ്തു. ഞാൻ ഫ്രണ്ടിലിരിക്കുക. അപ്പോൾ പുള്ളി എന്നെ നോക്കിക്കൊണ്ടൊരു ഡയലോഗ്, ഇന്ന് നീ വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു വണ്ടി ഇടിച്ച് നീ മരിച്ചാൽ നിൻ്റെ ആത്മാവ് എവിടെയായിരിക്കും? ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ഞാനൊന്ന് രക്ഷിക്കപ്പെട്ടൊന്നുമില്ല, പക്ഷേ എനിക്ക് സംഗതി മനസ്സിലായി, ഇതെന്തോ അപകടം പിടിച്ച പണിയാണ്. നിങ്ങൾക്ക് അന്ന് ഈ രക്ഷിക്കപ്പെട്ടാൽ സ്വർഗത്തിൽ പോകാം, ഇല്ലെങ്കിൽ നശിച്ചു പോകും എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയുണ്ടോ? അപ്പോൾ എൻ്റെ ജഡം തീരുമാനിക്കുകയാണ്. ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് ആലോചിക്കുകയാണ്, തട്ടിപ്പോയാൽ എൻ്റെ കാര്യം പോകാണ്. അതുകൊണ്ട് കർത്താവേ, ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ഇന്നോടെ ഞാൻ സ്വീകരിക്കുന്നു. അങ്ങനെ ഒന്നും ദൈവത്തിൻ്റെ മക്കളാവാൻ പറ്റിയല്ല. ഒരു തീരുമാനമെടുത്ത്, അല്ല വൈബ്രേഷൻ, നിങ്ങളിന്ന് പോകാവൂ. എന്ത് തീരുമാനം? നമ്മുടെ തീരുമാനത്തിന് ഒരു വിലയില്ല. ഉദാഹരണത്തിന് നമ്മളൊരു തീരുമാനം എടുത്തു കഴിയുമ്പോൾ നമ്മൾ കരഞ്ഞ് നിലവിളിച്ചായിരിക്കും തീരുമാനം എടുക്കുന്നത്. 2 ദിവസം കഴിയുമ്പോൾ ആ കരച്ചിലങ്ങ് മാറും അല്ലേ? പിന്നെ അതിൻ്റെ വികാരം അങ്ങ് പോവും. പിന്നെ നമുക്ക് ആകെ ഉള്ളത് പണ്ട് കരഞ്ഞ ഒരു ഓർമ്മയാണ്. ഇതല്ല വീണ്ടും ജനനം. മനസ്സിലായോ? ഇവാഞ്ചലിക്കൽസ് ഒക്കെ ചെയ്തേക്കുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യനെ കൊണ്ട് സമ്മതിപ്പിച്ച് കരഞ്ഞു കഴിഞ്ഞാൽ ആൾ രക്ഷപ്പെടുന്ന. കരയെ പോലും വേണ്ട, പാപികളുടെ പ്രാർത്ഥന ചൊല്ലിയാൽ മതി. അപ്പോൾ റോമാലേഖനത്തിലെ 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം പറയും, യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റു പറയുകയും പിതാവ് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ, അത് യാക്കോബക്കാരുടെ കത്തോലിക്കരുടെ പറഞ്ഞാൽ അവരും പറയും, യേശു കർത്താവാണോ? അതെ അതെ അതെ. പിതാവ് അവനെ ഉയർപ്പിച്ചോ? യെസ്. അതുകൊണ്ടല്ലേ ഞങ്ങൾ എല്ലാ ഈസ്റ്ററിനും കള്ളു കുടിക്കുന്നത്. ദേ ബിലീവ് ഇറ്റ്. പക്ഷെ അവർ രക്ഷപ്പെട്ടോ? ഇല്ല. അപ്പോൾ ജഡത്തിൻ്റെ ഇഷ്ടത്താലോ ബുദ്ധി കൊണ്ടുള്ള എഗ്രിമെൻറ്റിനാലോ നമുക്ക് വീണ്ടും ജനിക്കാൻ പറ്റില്ല. ഒരു തീരുമാനമെടുത്ത് വീണ്ടും ജനിച്ച ആരെങ്കിലും പോയിട്ട്, ജനിച്ചവർ പോലും ആരുമില്ല, തീരുമാനമെടുത്ത് ജനിച്ചവർ ആരെങ്കിലും ഉണ്ടോ? കാലം തീരാൻ പോവാ, ഏതായാലും പെട്ടെന്ന് ജനിച്ചേക്കാം, ഏത് കുടുംബത്തിൽ ജനിക്കണം, ഇവിടെ ജനിച്ചേക്കാം എന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത് ഒരു കുടുംബത്തിൽ ജനിച്ചാൽ എത്ര പേരുണ്ട് ഇവിടെ? ആരുമില്ല. അപ്പം നമുക്ക് തീരുമാനമെടുത്താൽ ഒരു മനുഷ്യൻ്റെ കൊച്ചു പോലും ആകാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് തീരുമാനമെടുത്ത് നമ്മൾ ദൈവത്തിൻ്റെ കൊച്ചാകുന്നത്? സുവിശേഷം മെസ്സേജിൽ ഒരിടത്തും പറയുന്നില്ല നിങ്ങളൊരു തീരുമാനമെടുക്കുന്ന. ബൈബിൾ എവിടെയുണ്ടോ? ഇല്ല. മാനസാന്തരപ്പെട്ട് വിശ്വസിക്കാനേ ഉള്ളൂ. സുവിശേഷത്തിന്റെ പ്രസംഗം നമ്മളെ നയിക്കേണ്ടത് ഒരു തീരുമാനത്തിലേക്കല്ല, മാനസാന്തരത്തിൻ്റെ ഒരു നിലവിളിയിലേക്കാണ് നയിക്കേണ്ടത്. അതുകൊണ്ട് ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പിന്നെ പറയുന്ന പുരുഷൻ്റെ ഇഷ്ടത്താലും അല്ലെന്നാ.
പണ്ട് കാലത്ത് യോശുവയുടെയൊക്കെ കാലത്ത് യോശുവ പറഞ്ഞാൽ മതിയായിരുന്നു, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ. അപ്പോൾ കുടുംബം മുഴുവൻ, കുടുംബനാഥൻ പുരുഷൻ പറഞ്ഞാൽ മതി, അതിലെല്ലാം വിശ്വാസികളായനെ. പക്ഷേ പുതിയ നിയമത്തിൽ അങ്ങനെ സാധിക്കില്ല. അയാൾ വിശ്വസിച്ചാൽ അയാൾക്ക് കൊള്ളാം. അപ്പോൾ ആ വഴിയിൽ നടക്കുകയില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ വീണ്ടും ജനിക്കുന്നത്? ഇങ്ങനെയൊന്നും നടക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെ ജനിക്കും? അതാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അടുത്ത വാക്യം പറയുന്നത് അവർ ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പോൾ ദൈവം ജനിപ്പിക്കുന്ന ആളുകളാണ് വീണ്ടും ജനിച്ചവർ. അത് ദൈവം എങ്ങനെ ചെയ്യുന്നത്? വചനത്തിൻ്റെ കേൾവിയാൽ നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് ആത്മാവിനെ തന്ന് കർത്താവ് പുതിയ സൃഷ്ടികളാക്കി മാറ്റുന്ന ആളുകളാണ് ശരിക്കും കർത്താവിൻ്റെ മക്കൾ എന്ന് പറയുന്നത്. ശരിയാണോ? അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ അതിൻ്റെ 3-ാം വാക്യത്തിൽ കർത്താവ് നിക്കോദമോസിന് പറയുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്: നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു 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 നമ്മുടെ മലയാളികളുടെ ഒരു ശൈലിയുണ്ട്. എന്താണെന്നറിയോ? എന്നെ തോൽപ്പിക്കണമെങ്കിൽ നീ ഒരു ജന്മവും കൂടെ പറയല്ലേ, പിന്നെ പറയല്ലേ, നിനക്ക് ഈ ജന്മത്തിൽ ഇത് കഴിയത്തില്ല എന്ന് പറയത്തില്ലേ, അല്ലേ? കർത്താവ് നിക്കോദമോസിന് അങ്ങനെ തന്നെ പറഞ്ഞു, ദൈവരാജ്യത്തിൽ പോകണമല്ലേ, നിനക്ക് ഈ ജന്മത്തത് പറ്റുമല്ല, നീ ഒന്നുകൂടെ ജനിച്ചാലേ നിനക്ക് ദൈവരാജ്യത്തിൽ പോകാൻ പറ്റുള്ളൂ. അത് ഭയങ്കര സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് ജഡത്തിൽ ജീവിച്ച ഒരു മനുഷ്യന് ദൈവരാജ്യത്തിൽ കയറാൻ ഒരു വഴിയുമില്ല. കാരണം താഴെ കർത്താവ് പറയുന്നുണ്ട്, ജഡത്താൽ ജനിച്ചതെല്ലാം ജഡമാണ്, ജഡരക്തങ്ങൾക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഒരു മനുഷ്യൻ ഒരിക്കലും അവൻ്റെ ജന്മം എത്ര നല്ലതായാലും, എത്ര മിടുക്കനായാലും, എത്ര സൽസ്വഭാവി ആയാലും, അവൻ ജഡത്തിലാണെങ്കിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഒരിക്കലും ദൈവരാജ്യത്തിൽ കടക്കാൻ ജഡം കൊണ്ട് ഒരു മനുഷ്യനും സാധിക്കില്ല. അപ്പോൾ കർത്താവ് നിക്കോദമോസിന് പറയാണ്, നീ ഒന്നുകൂടെ ജനിക്കണം. അപ്പം നിക്കോദമോസ് ഓർത്തു, ഞാൻ പെട്ടെന്ന് ആ ഒരു ഭാഗം കടന്നു പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വീണ്ടും ജനിക്കാത്തൊരു ഇതിനിടയിൽ ഇരിപ്പുണ്ടെങ്കിൽ വീണ്ടും ജനിച്ചോട്ടെ എന്ന് വിചാരിച്ചാണേ. ഓക്കെ, അപ്പോൾ നിക്കോദമോസ് ഓർത്തു, എങ്ങനെയാണ് ഞാൻ ഒരമ്മയുടെ വയറ്റിൽ കിടന്ന് പിന്നെയും ഒരു കൊച്ചായിട്ട് ജനിക്കുന്നത്? ഓക്കെ, അതെന്തായാലും നടക്കില്ല. നമുക്കെല്ലാം ആഗ്രഹമുണ്ട്, ഒന്നുകൂടെ കൊച്ചായിട്ട് ജനിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമില്ലാത്ത ആരുമില്ല. നിങ്ങൾക്ക് ആഗ്രഹമില്ല ഒന്നുകൂടെ കുഞ്ഞായിട്ട് ജനിച്ചിട്ട് ഈ ലോകത്ത് ഒന്നുകൂടെ ജീവിച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലപോലെ ജീവിക്കാമായിരുന്നു, പഠിക്കാൻ നേരത്ത് മാവേലെറിഞ്ഞ് നടക്കാതെ നല്ലപോലെ പഠിക്കാമായിരുന്നു, അതെ, അപ്പനമ്മമാർ പറഞ്ഞൊക്കെ ഒന്ന് അനുസരിച്ചേക്കാമായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഗതികേട് ലാവുകയില്ലായിരുന്നു. ചിന്തിക്കുന്നുണ്ടോ നിങ്ങളങ്ങനെ? കർത്താവ് ഒരു ചാൻസും കൂടെ തരുവാണെങ്കിൽ, ഇപ്പോൾ നിക്കോദമോസ് ആലോചിക്കണം, ഒന്നും കൂടെ അമ്മയുടെ വയറ്റിൽ കിടന്ന് ഒന്നും കൂടെ ജനിക്കുമെന്ന കാര്യമാണോ ഇദ്ദേഹം പറയുന്നത്? അപ്പോൾ കർത്താവ് പറഞ്ഞു, അങ്ങനെ ജനിച്ചാലും പിന്നെ ജനിക്കുന്നവൻ ജഡമാണ്, അല്ലേ? നമ്മൾ അമ്മയുടെ വയറ്റിൽ കിടന്ന് പിന്നെ ജനിച്ചാൽ എന്തേ വരുള്ളൂ? ജഡത്താൽ ജനിച്ചതെല്ലാം. അപ്പോൾ നമ്മുടെ ജീവിതം എല്ലാം ഒന്നും കൂടെ തുടങ്ങുവാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ നല്ലോണം ജീവിക്കുമോ? ഒന്നും ജീവിക്കാൻ പോകുന്നില്ല. നമ്മൾ പാപികളായിട്ട് ജനിക്കുകയുള്ളൂ, പിന്നെ ഇതിലും വലിയ പാപം ചെയ്യുള്ളൂ. കാരണം നമ്മൾ ഇനി ജനിക്കാൻ പോകുന്ന നമ്മുടെ കാലത്തെ പാപത്തെക്കാളും വലിയ പാപമായിരിക്കും അന്നുള്ളത്. ശരിയല്ലേ? നമുക്കൊക്കെ പാപം ചെയ്യാനുള്ള കപ്പാസിറ്റി, നല്ല കപ്പാസിറ്റി ആയിരുന്നെങ്കിലും ഇന്നത്തെ പിള്ളേരെ വെച്ച് നോക്കുമ്പം വളരെ അവർക്ക് ഇഷ്ടം പോലെ അവസരങ്ങളാണ് ഈ പാപം ചെയ്യാനുള്ള ശക്തി. അന്ത്യകാലം ആകുമ്പോഴേക്കും അത് കൂടിക്കൂടി വരുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, എനിവേ, അപ്പോൾ കർത്താവ് പറയാണ്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചാൽ മാത്രമേ നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വെള്ളത്താലും ആത്മാവിനാലും എങ്ങനെ ജനിക്കുന്നത്? എന്താണ് വെള്ളം? കത്തോലിക്കരും യാക്കോബക്കാരൊക്കെ പറയുന്നത് സ്നാനമാണ്, മാമോദീസ. അപ്പോൾ ജനിച്ച ഉടനെ, വെള്ളം തെളിച്ച ഉടനെ അവർ വീണ്ടും ജനിച്ചു. പിന്നെ മൂറോം പൂശി കഴിയുമ്പം, മൂറോം എന്ന് പറഞ്ഞൊരു തൈലമുണ്ട്, അത് പൂശി കഴിയുമ്പോൾ അവർ ആത്മാവിനെ ലഭിച്ചു. അപ്പോൾ വെള്ളവും ആത്മാവും ആയി എന്നാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ നമ്മെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കുന്നത് വീണ്ടും ജനിച്ചവരാണ് വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടേണ്ടത്. അപ്പം വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടുന്നതിന് മുൻപ് സംഭവിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? ഈ വെള്ളത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ജനനം, അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇപ്പം വീണ്ടും ജനനം അനുഭവിച്ച ശേഷം മാത്രമേ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ?
സ്നാനത്തിലേക്ക് നയിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും ജനനം പ്രാപിക്കുന്ന ഒരു മനുഷ്യൻ വെള്ളത്താലും ആത്മാവിലാണത് പ്രാപിക്കുന്നത്. അത് കാണിക്കാൻ വേണ്ടിയാണ് അവൻ വെള്ളത്തിൽ ഇറങ്ങുന്നത്. അപ്പോൾ ആ വെള്ളം എന്ത് വെള്ളമാണ്? അപ്പം ബ്രദറുകാരും ഇവാഞ്ചലിക്കൽസ് മറ്റാൾക്കാരെല്ലാം പറഞ്ഞത് വചനമാണ്. കാരണം പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വചനത്താലാണ്. അല്ല, അങ്ങനെയല്ലേ പറയുന്നത്? അപ്പോൾ പക്ഷെ ഈ യോഹന്നാൻ 3 വചനം എന്നൊരു വാക്ക് പരാമർശിച്ചിട്ടില്ല. എന്നാൽ വേറെ ചില സൂചനകളുണ്ട് താനും ഈ വെള്ളം എന്താണെന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ വചനം വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് ആ പാസേജിലുള്ള സൂചനകൾ, അതായത് ആ കന്യകയിൽ ആ വേദഭാഗത്തിലുള്ള സൂചനകൾ വെച്ച് ആ വെള്ളം എന്താണെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് വലിയൊരു ആശ്വാസവും. ആത്മാവെന്ന് പറയുന്നത് നമുക്കറിയാം, അത് ന്യൂമയാണ്. ന്യൂമയാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ ആരെങ്കിലും അറിയോ? ന്യൂമ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് വാക്ക് ന്യൂമ. അതിൻ്റെ ആത്മാവ് എന്നുള്ളതിന് കാറ്റെന്നാണ് ശരിക്കും ന്യൂമ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം. ഓക്കെ, അപ്പോൾ ആത്മാവെന്ന് പറഞ്ഞൊരു കാറ്റ് പോലെയാണ്. അതോടെ കർത്താവ് പറയുന്നുണ്ട്, ആത്മാവ് ജനിച്ചവനല്ല എങ്ങനെയാണ്? കാറ്റ് പോലെയാണ്. ഈ വെള്ളം എന്താണ് സാധനം? നമ്മളെ കാറ്റ് പോലെ ആക്കണമെങ്കിൽ എന്ത് വേണം? ഈ വെള്ളവും കൂടെ വേണം. അപ്പോൾ എന്താണ് ഈ വെള്ളം? അപ്പോൾ നിക്കോദെമോസിന്റെ കർത്താവ് പറയുകയാണ്, ഈ ആത്മാവിൽ ജനിച്ചവനെല്ലാം കാറ്റ് പോലെയാണ്. കാറ്റിൻ്റെ പ്രത്യേകത എന്താ? അത് എവിടെ നിന്ന് വരുന്നുവെന്നും എങ്ങോട്ട് പോകുന്നുവെന്നും ആരും അറിയുന്നില്ല. നിങ്ങൾ മുറ്റത്തോട്ട് പോയി നിന്നിട്ട് ഈ ഇലകളെല്ലാം ഇങ്ങനെ അനങ്ങുന്ന, കാറ്റിൽ അനങ്ങുന്ന കാണുന്നില്ലേ? ഈ കാറ്റ് എവിടെ നിന്ന് വന്നുവെന്നും എങ്ങോട്ട് പോകുന്നുവെന്നും നമുക്കറിയില്ല. അത് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, വീശുന്നു, ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ശാസ്ത്രീയമായിട്ട് നോക്കിയാൽ അതിന് പല ഉത്തരം കാണും, പക്ഷെ കാഴ്ചയിൽ ഇങ്ങനെയാണത് അനുഭവപ്പെടുന്നത്. അപ്പോൾ ആത്മാവിൽ ജനിച്ചവനെല്ലാം എങ്ങനെയായിരിക്കും? ആത്മാവിൽ ജനിച്ചവനെല്ലാം കാറ്റ് പോലെ ആയിരിക്കും. എങ്ങനെയാണ് ഈ കാറ്റ് പോലെ വീശുന്നത്? ഞാൻ ഇത്തിരി കട്ടിയായ കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഓക്കെ, കാറ്റ് പോലെ വീശുക എന്ന് പറഞ്ഞാൽ ഇത്തിരി കട്ടി സുവിശേഷമാണ്. നിങ്ങൾക്ക് വിഷമം തോന്നിയിട്ട് കാര്യമൊന്നുമില്ല. മത്തായിയുടെ സുവിശേഷം കിടപ്പുണ്ടല്ലോ. നമ്മൾ ഇത്തിരി കട്ടിയായ ചികിത്സ ഇല്ലെങ്കിൽ അങ്ങോട്ട് കയറാൻ പറ്റില്ല. കാരണം ആ സുവിശേഷം എല്ലാം കർത്താവ് കൽപ്പന എല്ലാം പറഞ്ഞപ്പോൾ ഇത് അനുസരിക്കണമെന്ന് പറഞ്ഞത് തന്നെയാണ് പറഞ്ഞത്, അല്ലേ? ഗിരിപ്രഭാഷണം പറഞ്ഞിട്ട് കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങളെ കൊണ്ട് പറ്റിയല്ലാണ്ട് ചുമ്മാ നടന്നോളാനല്ല പറഞ്ഞത്. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം അനുസരിക്കാത്ത ഒരുത്തിനും സ്വർഗത്തിൽ പോകില്ല എന്നും പറഞ്ഞാൽ അത് കൺക്ലൂഡ് ചെയ്തേക്കുന്നത്. അറിയാമോ അത്? അങ്ങനെയല്ലേ? അപ്പോൾ ഇത് അനുസരിക്കാതിരിക്കാൻ വേണ്ടി തന്നതല്ല, അത് അനുസരിക്കാൻ വേണ്ടി തന്നെ തന്നതാ. പക്ഷെ നമുക്ക് അനുസരിക്കാൻ കഴിവില്ല എന്നുള്ളതേ ഉള്ളൂ. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? അപ്പം നമുക്ക് ആ കഴിവിലേക്ക് വരണമെങ്കിൽ നമുക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ആ കഴിവിലേക്ക് വരണമെന്ന്? അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, ഇങ്ങേര് വന്നിട്ടുണ്ടോയെന്ന്. അതിൻ്റെ മറുപടിയും കൂടെ ചേർത്താണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു അനുസരണത്തിലേക്ക് നമുക്ക് എങ്ങനെ വരാം? എങ്ങനെ ഈ പുതിയ നിയമത്തിൻ്റെ അനുസരണം നമ്മളിൽ ഉണ്ടാവും? അതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തിരി കട്ടിയായിട്ടുള്ള കാര്യങ്ങളോട് നമ്മൾ കടന്നു പോകേണ്ടി വരും. ഇപ്പം കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യമായിട്ട് ഈ കാറ്റ് അനുഭവിക്കുന്നത്, ഞാൻ കർത്താവേ എന്ത് ചെയ്യും, എന്നെ എങ്ങനെയെങ്കിലും അപ്പുറത്ത് കിടത്തണം. അപ്പോൾ കർത്താവ് പറഞ്ഞു, രാജാവ് ഞാനാണ്, നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ വലിയ സമയത്തിൻ്റെ കാര്യം പറയുന്ന ആളാണല്ലോ, ഇന്ന് അനുഭവിക്കുക ഇവിടെ. അപ്പോൾ എങ്ങനെയെങ്കിലും ചാടി പോരണമെന്നുണ്ട്. പക്ഷേ ഈ രാജത്വം എന്ന് പറയുന്നത്, കാരണം 3 മണിക്കൂർ എടുത്തു ഇവിടെ വരാൻ. 3 മണിക്കൂർ കൂടെ എടുത്തു. സാധനം 2.5 മണിക്കൂർ മതി. എത്രയോ പ്രാവശ്യത്തിൽ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ ഈ 2.5 മണിക്കൂർ തന്നെ കൂടുതലാണ്. 3 മണിക്കൂറും 10-15 മിനിറ്റും എടുത്തു. ഞാൻ 4:15 ഇറങ്ങിയത് അവിടുന്ന്. അപ്പോൾ രാജത്വം എന്ന് പറയുന്നത് ദൈവം രാജാവായിരിക്കുന്ന സമയത്ത് ഇപ്പം ഞാനിവിടെ എത്തിയില്ലെന്ന് വിചാരിച്ചോ, വഴിയിൽ വെച്ച് കർത്താവ് എന്നെ തിരിച്ചു വിളിച്ചെന്ന് വിചാരിച്ചോ, എന്തു ചെയ്യും? അവിടെ ദൈവത്തിൻ്റെ വചനം വേറെ ആരെങ്കിലും എഴുന്നേറ്റ് നിന്ന് പറയും. അപ്പോൾ ദൈവം എന്ന രാജാവിന് തീരുമാനിക്കാം അവസാന നിമിഷം വരെ എന്ത് സംഭവിക്കണമെന്നുള്ള കാര്യം, അല്ലേ? ശരിയാണോ? അപ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയത്തില്ല. ഈ പ്രസംഗം ഞാൻ കംപ്ലീറ്റ് ചെയ്യുമെന്ന് പോലും അറിയേണ്ട കാര്യമില്ല. അപ്പോൾ കാറ്റെന്ന് പറയുന്നത് എങ്ങോട്ട് വരുന്നു, എവിടേക്ക് വരുന്നു, എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യം നമുക്ക്. അപ്പോൾ ഞാൻ ആദ്യം ഇത് ഫേസ് ചെയ്യുന്നത് ഈ കോളേജ് പഠിക്കുമ്പോൾ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം ആദ്യം ഈ കാറ്റിൻ്റെ ഫീലിംഗ് വരുമ്പം, കാരണം എന്നെ രക്ഷയിലോട്ട് നടത്തിയ ആൾക്കാരെന്നോട് പറഞ്ഞായിരുന്നു, യേശു കർത്താവായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് നിങ്ങളല്ല, ആ കർത്താവാണെന്നുള്ള കാര്യം. അപ്പോൾ അത് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ പതിഞ്ഞുകൊണ്ട് എനിക്ക് ഭയമായിരുന്നു. ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, അടുത്ത അവധിക്ക് ഞാൻ വീട്ടിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്നെക്കുറിച്ച് ടെൻഷൻ ആകരുത്. അന്ന് ഈ ഫോണൊന്നും ഇല്ലല്ലോ. കർത്താവിൻ്റെ വേലയ്ക്ക് ഞാൻ പോയതായിരിക്കും,
പെർമിഷൻ ചോദിക്കാനോ തിരിച്ചു വരാനോ ഒന്നും ദൈവം ചിലപ്പോൾ അനുവദിച്ചെന്ന് വരില്ല. ഇപ്പം കാറ്റ് എങ്ങോട്ട് കൊണ്ടുപോകുന്നു അതുപോലെ. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം അങ്ങനെയൊന്നും വിളിച്ചില്ല. അത് കഴിഞ്ഞൊരു 3 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് കർത്താവ് എന്നെ സുവിശേഷ വേലയ്ക്ക് വിളിച്ചത്. ഓക്കെ, അപ്പോൾ ഈ സുവിശേഷ വേലയ്ക്ക് ഏത് സമയത്തും വിളിക്കായിരുന്നു, വിളിച്ചാൽ കാറ്റ് പോലെ. ഓക്കെ, അപ്പോൾ ദൈവം ഇനി അടുത്ത സ്റ്റെപ്പ്, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി കുറച്ച് സുവിശേഷ വേല ചെയ്തു. അപ്പോഴാണ് വിവാഹത്തിൻ്റെ കാര്യം വരുന്നത്. വിവാഹത്തിൻ്റെ അവസ്ഥ വന്നപ്പോഴേക്കും കർത്താവ് ഒരാളെ കാണിച്ചു തരാണ്, നീ ഇന്ന ആളെ കല്യാണം കഴിച്ചോണം. എനിക്ക് പരിചയമില്ല, സംസാരിച്ചിട്ടില്ല, യാതൊരു അടുപ്പമില്ല, അവരുടെ ഭവനത്തെക്കുറിച്ചോ ആളെക്കുറിച്ചോ ഒരു വിവരവും എനിക്കില്ല. ഒരു പ്രപ്പോസൽ വന്നപ്പം കർത്താവിൻ്റെ ആത്മാവ് നിർബന്ധിച്ചു. ഞാൻ 5-6 മാസം ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് നിൻ്റെ ഹിതമാണോ, നിൻ്റെ ഹിതമാണോ. എൻ്റെ വിവരക്കേട് കൊണ്ട് ഞാൻ ഗിദെയോനെ പോലെ അടയാളങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, കർത്താവ് ആരെ കാണിച്ചു തന്നാലും കല്യാണം കഴിക്കണം. അപ്പോൾ കാറ്റ് പോലെ അല്ലേ. കാറ്റ് പോലെ ആകാതിരിക്കാനുള്ള വഴി എന്താ? നമുക്ക് കുറേ കണ്ടീഷൻസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാറ്റ് പോലെ വീശാൻ പറ്റില്ല. മനസ്സിലായോ? എൻ്റെ ഭാര്യയ്ക്ക് ഇന്ന കണ്ടീഷൻസ് ഉണ്ടായിരിക്കണം, കർത്താവ് ഇങ്ങനൊരാളെ എനിക്ക് തരണമെന്ന് പറഞ്ഞാൽ നമ്മൾ കാറ്റാണോ? അല്ല. ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ വഴിയിലേക്ക് ഇറക്കിക്കൊണ്ട് വരിക. കാറ്റാണെങ്കിൽ എങ്ങനെ എന്ത് സംഭവിക്കും? നമ്മൾ കർത്താവിൻ്റെ വഴിയേ പോകും. മനസ്സിലാവുന്നുണ്ടോ വ്യത്യാസം? ഓക്കെ, അപ്പോൾ വിവാഹം കഴിക്കാൻ നേരത്തെ അപ്പം എന്നോട് കർത്താവ് പറഞ്ഞു, കാറ്റാണ് സംഭവം, കാറ്റ് പോലെയാണ്, നീ എങ്ങോട്ട് വരുന്നെന്ന് എന്ത് ചെയ്യുന്നു ആരും അറിയുന്നില്ല. ഞാൻ ഉടനെ ഒരു സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ചെല്ലുക, ഒരൊറ്റ കാര്യം അന്വേഷിക്കരുത്, പേരല്ലാതെ ഒന്നും ചോദിക്കണ്ട, വിവാഹത്തിന് സമ്മതമാണോ, കർത്താവിൻ്റെ ആത്മാവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് മാത്രമേ ചോദിക്കാവുള്ളൂ. വിദ്യാഭ്യാസമോ പ്രായമോ ജീവിത ബാക്ക്ഗ്രൗണ്ടോ പൈസയുണ്ടോ അപ്പനാര അമ്മയാര ഒരു എൻക്വയറിയും പാടില്ല. ബിക്കോസ് വെൻ ദ ലോർഡ് സേസ് യെസ് ഇറ്റ് ഷുഡ് റിമെയിൻ ആമേൻ എവറി ടൈം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇത്തിരി കട്ടിയാണോ ഇത്? എത്ര പറഞ്ഞാലും നമുക്ക് ഈ കാറ്റ് പോലെ വീശാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിച്ചു വെച്ചിട്ടുള്ള ചില തലതിരിഞ്ഞ ലോകത്തിൻ്റെ തത്വങ്ങളാണ്. എന്നെ എൻ്റെ മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കാൻ ആഗ്രഹിച്ച ലോകത്തിൻ്റെ തത്വം എന്ന് പറയുന്നത് പണമില്ലാത്തവനെ എന്തിനു കൊള്ളാമെന്നുള്ള ലോകത്തിൻ്റെ തത്വമാണ്. നിങ്ങളെന്താ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത്? അത് തന്നെയായിരിക്കും അല്ലേ. പിന്നെ വേറൊരു ലോകത്തിൻ്റെ തത്വമുണ്ട്. ഈ ലോകത്തിൽ, ഇന്ത്യയിലും ലോകത്തിൽ എവിടെ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഡെയ്റ്റീസ് എന്ന് പറയുന്നത് ധനത്തിൻ്റെ ദേവതയും വിദ്യാഭ്യാസത്തിൻ്റെ ദേവതയുമാണ്. അത് ഏത് മതത്തിലായാലും. വി ഗ്ലോറിഫൈ വെൽത്ത് ആൻഡ് വി ഗ്ലോറിഫൈ എഡ്യൂക്കേഷൻ. ഈ വെൽത്തിനെ ഗ്ലോറിഫൈ ചെയ്യാത്തവരും എഡ്യൂക്കേഷനെ ഗ്ലോറിഫൈ ചെയ്യും. ശരിയാണോ ഞാൻ പറഞ്ഞത്? മഹത്വപ്പെടുത്തും. അപ്പോൾ കല്യാണം ആലോചിക്കുമ്പം ആദ്യം നമ്മൾ കാറ്റ് പോലെ വീശാൻ പറ്റത്തില്ല. കാറ്റ് പോലെ വീശാൻ ഒന്നും ചോദിക്കാൻ പറ്റില്ല. കർത്താവ് നിനക്ക് സമ്മതമാണോ? യെസ് ആമേൻ, അത്രയേ ഉള്ളൂ. അങ്ങനെ വീശാൻ നമുക്ക് പറ്റാത്തതിൻ്റെ കാരണം നമുക്ക് കുറേ തത്വങ്ങൾ അറിയാം. ഒന്ന്, പണമില്ലാത്തവന് ഒന്നിനും കൊള്ളില്ല. അപ്പോൾ ഞാനിങ്ങനെ കല്യാണം കഴിക്കാൻ നേരത്ത് എൻ്റെ ഭാര്യയുടെ പാസ്റ്റർ എന്നോട് ചോദിച്ചു, എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കണ്ടീഷനുണ്ട്, ആ കണ്ടീഷൻ വളരെ സ്ട്രിക്റ്റാണ്, അത് നടപ്പായേ പറ്റുള്ളൂ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യാതൊരു വകയും എടുക്കാൻ പാടില്ല, യാതൊരു വകയും കൊണ്ടുവരാൻ പാടില്ല, വസ്ത്രങ്ങളല്ലാതെ. ഇതാണ് എൻ്റെ കണ്ടീഷൻ. അപ്പോൾ അവർ ഇത്തിരി പാടുപെട്ടാണെങ്കിലും സമ്മതിച്ചു. അപ്പോൾ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നിൻ്റെ വീട്ടിൽ നിന്ന് നീ ഒന്നും കൊണ്ടുവന്നില്ല എന്നോർത്ത് വിഷമിക്കേണ്ട, എൻ്റെ വീട്ടിൽ നിന്ന് ഞാനൊന്നും എടുക്കുന്നില്ല, നമുക്ക് എന്തെങ്കിലും തന്ന ദൈവം തരും. ഇനി ദൈവത്തോട് നമുക്കൊരു വാക്ക് പറഞ്ഞേക്കാം, നമ്മളൊരിക്കലും സമ്പന്നരാവുകയില്ല, നമ്മൾ സ്വന്തമായി വീട് വയ്ക്കുകയോ സ്വന്തമായി ബാങ്ക് ഡിപ്പോസിറ്റ് ഉണ്ടാക്കുകയോ ഇല്ല, നമ്മുടെ പേരിൽ ട്രസ്റ്റോ സൊസൈറ്റി ഉണ്ടാവുകയില്ല, നമ്മൾ നിമിത്തം നമ്മുടെ പിള്ളേരും സമ്പന്നരാവുകയില്ല. എന്നാൽ അനുദിനം ദൈവം നമ്മളെ നടത്തും. ഇപ്പോൾ കാറ്റ് പോലെ ആവുമോ? എവിടെ, എന്നാലും ആവൂല. അപ്പോൾ ഒരിടത്ത് വീട് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് എക്സാമ്പിൾ ആട്ടോ, ഇത് കട്ടി വചനമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, എക്സാമ്പിളായിട്ട്. ഇത് നിങ്ങളെങ്ങനെ ചെയ്യണം എന്നല്ലേ പറയുന്നത്, അങ്ങനെ ആർക്കും ചെയ്യാൻ പറ്റുമില്ല. ഒരിടത്ത് വീട് വെച്ചാൽ ആ വീട്ടിൽ ഞാൻ താമസിക്കണം അല്ലേ, ദൂരെ പോയി അത് വാടകയ്ക്ക് കൊടുക്കണം. കാറ്റ് പോലെ വീശുവാണെങ്കിലോ? ഇത്തിരി വെള്ളം കുടിക്കട്ടെ, നിങ്ങളെ വെള്ളം കുടിപ്പിക്കാനുള്ളതാണല്ലോ.
ഈ കാറ്റ് എന്താണെന്ന് പറയാൻ വേണ്ടി ഞാൻ എക്സാമ്പിൾസ് പറയുന്നത്. അനുസരണം എന്താണെന്നുള്ള കാര്യം പതുക്കെ മനസ്സിലാവും. ഓക്കെ, ഞാനിത് പറയുമ്പം പല ആൾക്കാർ ആദ്യം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ഇവൻ ഈ സ്വത്തെല്ലാം വിറ്റ് പോകണമെന്നാണോ ഈ പറയുന്നതെന്ന്. അതല്ല പറയുന്നത്. ഓക്കെ, ഇത് അസാധ്യമെന്ന് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ? നിങ്ങൾ സമാധാനിപ്പിച്ച് ഇടയ്ക്ക് ആ വടി കൊടുത്തിട്ട് അതിൻ്റെ പുറകെ ഒരു ക്യാരറ്റും കൂടെ കൊടുക്കണമെന്നാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ എൻ്റെ ഈ വൈഫ് ഒരു മിഷണറി ആയിരുന്നു. മിഷണറി ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് വിവാഹം നടക്കുന്നത്. അപ്പോൾ അവരുടെ മിഷനിലുള്ള ഒരു കാർന്നറുണ്ട്. പുള്ളിയെ മിഷണറി എന്ന് വിളിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പുള്ളിയുടെ സ്വഭാവം വെച്ച് ബിസിനസ്സുകാരനെ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, എടാ മണ്ട, നീ കിട്ടാവുന്നോ വാങ്ങിച്ചോണ്ട് പോന്നോ, അതാ നിനക്ക് നല്ലത്. കാരണം ഇപ്പോൾ ഇവർ പൈസ തരും, എന്നാൽ ഈ സമയം കഴിഞ്ഞാൽ നിനക്ക് ആരും ഒരു 5 പൈസ തരാൻ പോകുന്നില്ല. അതുകൊണ്ട് അവസരം മുതലാക്കി വാങ്ങാവുന്ന വാങ്ങിച്ചാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ 40-45 വയസ്സാവുമ്പം നിൻ്റെ ഭാര്യ തന്നെ നിന്നോട് പറയും, അച്ചായ അന്ന് കിട്ടാവുന്ന വാങ്ങിച്ചുകൊണ്ട് പോന്നായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ കഷ്ടപ്പെടണമായിരുന്നോ എന്ന് നിൻ്റെ ഭാര്യ തന്നെ അന്ന് ചോദിക്കും, ഇന്നെങ്ങനെ പറഞ്ഞാലും. അപ്പം ഞാൻ അങ്ങേരോട് പറഞ്ഞു, അച്ചായ 45 വയസ്സാകുമ്പോൾ ഒരുപക്ഷെ ഞാൻ പാപം ചെയ്യുമായിരിക്കും. പക്ഷെ അതിന് 27-ാം വയസ്സിലെ പാപം ചെയ്യണ്ടല്ലോ, കുറച്ച് കാലം ഉണ്ടല്ലോ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. പുള്ളിക്ക് ഭയങ്കര ദേഷ്യം വന്നു. പുള്ളി പറഞ്ഞു, നിന്നോടൊന്നും സംസാരിച്ചിട്ട് തന്നെ ഒരു കാര്യമില്ലെന്ന് പറഞ്ഞെന്ന് മാത്രമല്ല, കല്യാണത്തിൻ്റെ സ്റ്റേജിൽ പുള്ളി കയറി എന്ന് പറഞ്ഞു, ഞാൻ ഇവനോട് ആകുന്ന പറഞ്ഞ ഇങ്ങനെ കല്യാണം കഴിക്കേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ ഈ പുള്ളി പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, 45-ാം വയസ്സിൽ നിൻ്റെ ഭാര്യ ചോദിക്കുമെന്ന് പറഞ്ഞൊരു വാക്ക് എൻ്റെ ഉള്ളിൽ കിടന്നു. ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ കാറ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുമായിരിക്കും. 42 വയസ്സായപ്പം ഒരു ദിവസം ഞാൻ ചർച്ചിൽ നിന്ന് വന്ന് വീട്ടിലിങ്ങനെ മുട്ടുകുത്താൻ തുടങ്ങുന്ന സമയത്ത് കർത്താവിനോട് പറഞ്ഞു, നീ ഇപ്പം മുറുകെ പിടിച്ചിരിക്കുന്ന മാനസാന്തരം നിൻ്റെ കൈവിട്ട് പോയാൽ പിന്നെ അതിലേക്ക് നിന്നെ തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു, പെട്ടെന്ന് ഈ 45 വയസ്സ് എൻ്റെ ഓർമ്മയിൽ വന്നു. ഇത് 45-ാം വയസ്സിൽ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയോ? ആ സമയത്താണ് ഇവരുടെ പിള്ളേർ വളർന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞ് അല്ല +2 കഴിഞ്ഞ് ഒരു ഹയർ സ്റ്റഡീസിൽ നിർണ്ണയിക്കപ്പെടുന്നത്. പെൺകുട്ടികളാണെങ്കിൽ കല്യാണം കഴിപ്പിച്ചാലോ, ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഒരു 3 വർഷം കൂടെ ഇളച്ച് തന്നിട്ടുണ്ട്. ആ 18 വയസ്സാകുന്ന ഒരു കാലം. അപ്പോൾ പാസ്റ്റർ തീരുമാനിക്കുകയാണ്, ഇനി കാറ്റ് പോലെ വീശിയ പരിപാടി നടക്കില്ല. പിള്ളേർ എവിടെയെങ്കിലും ചെല്ലണം, ഒരു ലക്ഷ്യമില്ലാതെ ഇങ്ങനെ ജീവിച്ചാൽ. കാറ്റ് എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? പാസ്റ്ററെ, ഇത്തിരി നല്ല സഭ എവിടെയെങ്കിലും കിട്ടാനുണ്ടോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങുന്നത് എന്തിനാണെന്നറിയോ? ഈ കാറ്റ് പോലെ വീശാൻ പേടിച്ചിട്ടാണ്. പിന്നെ ഗൾഫിലൊരു ചർച്ച് കിട്ടുമെന്ന് നോക്കും. കിട്ടിയാൽ അവന് ലോട്ടറിയാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും ദശാംശമായാലും എങ്ങനെയെങ്കിലും കുറച്ച് പൈസ സംഘടിപ്പിച്ചു. ഇപ്പം ചില ചർച്ചകളിൽ ഇതിപ്പം നിങ്ങളത് ചെയ്തോളാൻ പഠിപ്പിക്കുന്നുണ്ട്. കാരണം 65 വയസ്സാകുമ്പോൾ റിട്ടയർമെൻറ്റ് കൊടുക്കുക പാസ്റ്റർമാർക്ക്, പണിയെടുത്ത് കളയുക. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ 65 വയസ്സാകുന്നതിന് മുമ്പ് എന്ത് ചെയ്തോണം? ഒരു 95 വയസ്സ് വരെ ജീവിക്കാനുള്ളത് സമ്പാദിക്കുന്നവൻ മിടുക്കൻ. അല്ലെങ്കിൽ 65 വയസ്സ് കഴിയുമ്പം റിട്ടയർമെൻറ്റ് പ്ലാനൊന്നും ഇല്ലെങ്കിൽ വഴിയേ നടക്കാം. ആലോചിച്ച് നോക്കി, ഇതിനകത്തോട്ട് ലോകം എങ്ങനെ കടന്നു വരുന്നത്. കാറ്റ് പോലെ വീശാൻ വയസ്സനാം കാലത്ത് പോലും. ഓക്കെ, എന്തെങ്കിലും ആട്ടെ, കാറ്റ് പോലെ വീശുന്നവർക്ക് ഇതൊന്നും ഒരു പ്രശ്നവും അല്ല താൻ. അപ്പോൾ പതുക്കെ നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്ഥലത്ത് സ്റ്റേബിളായിട്ട് താമസിക്കാനും പിള്ളേരെ പഠിപ്പിക്കാനും കല്യാണം കഴിപ്പിച്ചു വിടാനൊക്കെയുള്ള പൈസ സമ്പാദിക്കാനുമുള്ളൊരു ആഗ്രഹം ഉള്ളിലുണ്ടാവും. അങ്ങനെ പതുക്കെ നമ്മുടെ പ്രസംഗങ്ങൾ നേരത്തെ കർത്താവിന് വേണ്ടി പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ ഈ വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങി വരുന്ന കർത്താവിനെ കണ്ടുമുട്ടും. എപ്പോഴാണ് കണ്ടുമുട്ടുന്നത്? ഈ പ്രായത്തിലാണ് കണ്ടുമുട്ടുന്നത്. മിക്കവാറും ചെറുപ്പകാലത്തൊക്കെ നോർത്ത് ഇന്ത്യയിൽ അവിടെ ഇവിടെയൊക്കെ പോയി അധ്വാനിച്ചവർ ഒന്നും സമ്പാദിക്കാതെ കഴിയുമ്പോൾ മറ്റുള്ള പാസ്റ്റർമാരെല്ലാം പൈസ സമ്പാദിക്കുന്ന കാണുമ്പോൾ ഇവർ വിചാരിക്കും, ഇവരെക്കാളും കഠിനമായി അധ്വാനിച്ച എൻ്റെ അവസ്ഥ ഇതാണല്ലോ കർത്താവേ, എനിക്കും ഒരു നല്ല ഗതി എൻ്റെ പിള്ളേർക്ക് ഉണ്ടാകണ്ടേ. ന്യായമല്ലേ? അപ്പോൾ എന്തു ചെയ്യും? ഈ ലോകത്തിൻ്റെ ഉപജീവന ചിന്തകളിൽ കുരുങ്ങിയിട്ട് ഇവർ കാറ്റ് പോലെ വീശുന്ന നിർത്തി ഇവർ പതുക്കെ എവിടെയെങ്കിലും അടിസ്ഥാനം ഇടാൻ ശ്രമിക്കും.
അങ്ങനെ അടിസ്ഥാനം ഇടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവർക്ക് കാറ്റുപോലെ വീശാൻ സാധിക്കില്ല. അത് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഓക്കി, അത് എബ്രായ ലേഖനമല്ല ഞാൻ പറഞ്ഞത്, ഓക്കി ഒരിക്കൽ വീശി ഇനി ആ ഓക്കി ഒരിടത്തും ഇല്ല. ഒരിക്കൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ കാറ്റിന് തന്നെ പിന്നെയും വീശാൻ സാധിക്കില്ല. അതിന് പിന്നെ സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കാൻ. ഏതാണ്ട് മനസ്സിലായോ കാറ്റ് എന്താന്ന്? അപ്പോൾ ആത്മാവിന് ജനിച്ചവൻ എങ്ങനെയായിരിക്കും? കാറ്റ് പോലെ ആയിരിക്കും. ഞാൻ ലൈവ് പോകുന്നുണ്ട്, ആരൊക്കെ കേൾക്കുന്നുണ്ടെന്ന് അറിയാൻ മേല, എന്നാലും പറഞ്ഞേക്കാം. എനിക്ക് ഈ കാറ്റ് പോലെ വീശാൻ ചില തടസ്സങ്ങളുണ്ടായിരുന്നു. ഒന്ന്, എനിക്ക് ട്രെയിൻ യാത്ര ചെയ്യുമ്പം എനിക്കൊരു റിസർവേഷൻ വേണമായിരുന്നു, അല്ലെങ്കിൽ പോകാൻ പറ്റും. കാരണം ഈ തടി കാരണം എനിക്ക് നിന്ന് യാത്ര ചെയ്യാൻ ഇരുന്ന് യാത്ര ചെയ്യാനൊക്കെ ദൂരം ആണെങ്കിൽ പാടാം. അപ്പോൾ കർത്താവിന് എന്നെ എല്ലായിടത്തും വിടാൻ പറ്റില്ല. ഞാൻ എവിടെയെങ്കിലും പോകണമെങ്കിൽ എന്ത് വേണം? ആദ്യം കർത്താവ് എനിക്ക് റിസർവേഷൻ സംഘടിപ്പിച്ച് തരണം. അപ്പോൾ കർത്താവ് എന്നെ വിടാത്ത സ്ഥലത്ത് ആരെ വിടും? കാറ്റ് പോലെ വീശാൻ തയ്യാറുള്ളവനെ, എവിടെയെങ്കിലും തൂങ്ങിയൊന്ന് പോകാൻ തയ്യാറുള്ളവനെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദൈവത്തിന് എവിടെ വേണമെങ്കിലും പറഞ്ഞു വിടണമെങ്കിൽ നമ്മൾ നമ്മുടെ പിടികൾ വിടണം. നമ്മുടെ പിടികൾ, ഈ ലോകത്തിൻ്റെ പിടികൾ വിടണം. നമ്മൾ ചെറുപ്പകാലം തൊട്ടേ പഠിച്ചു വെച്ചിട്ടുള്ള ഒത്തിരി പാഠങ്ങൾ നിക്കോദമോസിനും ഉണ്ടായിരുന്നു, നമുക്കും ഉണ്ട്. ഈ പാഠങ്ങൾ നമ്മളറിയാതെ നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്. പണം മാത്രമല്ല, വിദ്യാഭ്യാസം മാത്രമല്ല, ഈ കല്യാണത്തിന് വേറൊരു പ്രധാനപ്പെട്ട ആംഗിളാണ് എന്താണെന്നറിയാമോ? ജാതി. പണവും വിദ്യാഭ്യാസവും ശരിയായാൽ അവസാനത്തെ ഒരു ചോദ്യമുണ്ട്, നമ്മുടെ കൂട്ടരാണോ? ആ ഒരു ചോദ്യം കൊണ്ടുണ്ട്. അപ്പോൾ എന്നോട് പലരും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പാസ്റ്റർ അതൊക്കെ നോക്കണം. ഞാൻ എന്തിനാണ് നോക്കുന്നത്? അത് ഈ കല്യാണം എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമല്ല. അങ്ങനെയല്ലേ ബൈബിളിൽ പറയുന്നത്? അങ്ങനെയല്ല അത്രേ. ഇത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണെന്ന്. അതായത് അവിടുത്തെ അമ്മായപ്പനും ഇവിടുത്തെ അമ്മായപ്പനും, അവിടുത്തെ അമ്മായിയമ്മ ഇവിടുത്തെ അമ്മായിമ്മയുടെ വട്ടം കൂടിയിരുന്ന് നാട്ടുകാര്യങ്ങൾ പറയുന്നതാണ് എന്ത്? കല്യാണം. അപ്പം ഇവർക്ക് ഒന്നിച്ചു കൂടാനും കുടുംബ മഹിമയെക്കുറിച്ച് പറയാനും, ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഇങ്ങനെയെന്ന് പറയുമ്പോൾ കുറവ് തോന്നാത്ത രീതിയിലുള്ള ആൾക്കാരെ വേണം. അപ്പോൾ കല്യാണം എന്തിനാ? ബേസിക്കലി ബൈബിളിലുള്ളതാണോ? ബൈബിളിൽ എന്താ പറയുന്നത്? ഞാൻ പറയുന്ന കട്ടിവചനങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ബൈബിളിൽ പറയുന്ന ഒരു പുരുഷൻ അവൻ്റെ അപ്പനെ അമ്മയും വിട്ട് ഇവരും ഒരു ദേഹമായി തീരും. അപ്പോൾ അപ്പനും അമ്മയൊക്കെ മക്കൾ കല്യാണത്തോടെ വിടണം. പെൺകുട്ടിയും വിടണം, ആൺകുട്ടിയും വിടണം. സ്നേഹിക്കണം, സംരക്ഷിക്കണം, അവസാന നിമിഷം വരെ സ്നേഹം രണ്ടുപേരുടെ ഉണ്ടാകണം. ലോകത്തിൻ്റെ പാഠം നമ്മൾ പറയുന്നത് എന്നാണെന്നറിയോ? ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചു, ഒരു അപ്പന് 2 മക്കളാന്ന്, 2 പെൺമക്കളാന്ന് വിചാരിച്ചു, ഒരു അപ്പനും അമ്മയ്ക്കും. 2 പേരെയും ഓരോ ആണുങ്ങളും ഒന്ന് കെട്ടിക്കൊണ്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ ഈ കുടുംബം എവിടെ താമസിക്കും? ഈ ചെറുക്കൻ്റെ വീട്ടിൽ താമസിക്കും. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ അപ്പനും അമ്മയ്ക്കോ? വയസ്സനാം കാലത്ത് ആരുമില്ല. ശരിയല്ലേ? അപ്പോൾ പെണ്ണ് കെട്ടിയാൽ പെണ്ണും ചെറുക്കനും എവിടെ താമസിക്കണം? പറ. ചെറുക്കൻ്റെ വീട്ടിൽ താമസിക്കണോ, പെണ്ണിൻ്റെ വീട്ടിൽ താമസിക്കണോ, ഒറ്റയ്ക്ക് താമസിക്കണോ? ചെറുക്കൻ്റെ വീട്ടിൽ താമസിക്കണ്ടേ? ബൈബിളിൽ എത്ര അധ്യായം എത്ര വായിക്കും? ബൈബിളിൽ എത്ര അധ്യായം എത്ര വായിക്കും? നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ബൈബിളിൽ ഉണ്ടെന്നാ. ബൈബിളിൽ ഇല്ല. ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായാൽ ഭാര്യയുടെ അപ്പനും അമ്മയും ഭർത്താവിൻ്റെ അപ്പനും അമ്മയും 2 അപ്പനമ്മമാർ കൂടി 4 പേരുണ്ടാകണം. 2 പേർക്കും 2 വീടും ഉണ്ടാകണം. ഇനിയും കട്ടിവചനങ്ങൾ വേണോ? അപ്പം നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ കൽപ്പനയെന്നും വചനവും എന്നൊക്കെ പറയുന്ന നാട്ടുനടപ്പാ, അല്ലാതെ വചനത്തിലുള്ള കാര്യങ്ങളല്ല. പ്രത്യേകിച്ചും പുതിയ നിയമത്തെ സംബന്ധിക്കുന്ന ടോട്ടലി ഡിഫറൻ്റ് ആ കാഴ്ച. അപ്പം ഞാൻ എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ വീട്ടിൽ വരുമ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കണം, എൻ്റെ ഭാര്യയെ എടുത്തുകൊണ്ട് നടന്ന് വളർത്തി സ്നേഹിച്ച് കൊഞ്ചിച്ച് വളർത്തിയ ഒരു അപ്പനും അമ്മയുണ്ട്. അവൾക്ക് മകൾ നഷ്ടപ്പെട്ടു പോരുത്, അവർക്കൊരു മകനും കൂടെ കിട്ടണം. അവർക്കൊരാവശ്യം വരുമ്പം, അനാരോഗ്യം ഉണ്ടാകുമ്പം നോക്കാൻ ഈ മകളുണ്ടാകണം, മരുമകനും ഉണ്ടാകണം. അതുപോലെ തിരിച്ചും മറിച്ചും ഒരു അപ്പനും അമ്മയും വയസ്സനാം കാലത്ത് വേദനിക്കാനോ സങ്കടപ്പെടാനോ പാടില്ല. അപ്പം ലോകത്തിൻ്റെ പാഠം ഉണ്ടെങ്കിൽ, ലോകത്തിൻ്റെ പാഠം എന്താ പറയുന്നത്? ഓക്കെ, പക്ഷേ ഈ 2 പേർ തമ്മിലുള്ള വിവാഹം എന്ന് പറയുന്നത് ഒരിക്കലും ക്രിസ്തു അവർക്ക് കൊണ്ടുവരുന്ന ഒരു പുതിയ ഐക്യമാണ് ദൈവം അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്.
അത് ജാതിയുടെ മതത്തിൻ്റെ പേരിലല്ല, അപ്പോൾ ഒരേ ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ശരിക്കും കർത്താവ് പറയുന്ന ആരെ വേണേലും കല്യാണം കഴിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ ലോകത്തിൽ നമ്മൾ പഠിച്ച ആദ്യ പാഠങ്ങളോട് നമ്മൾ മരിക്കണം. മനസ്സിലായോ? ആദ്യ പാഠങ്ങളോട് മരിച്ചാൽ മാത്രമേ കർത്താവ് പറയുന്ന പോലെ കാറ്റുപോലെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പോകുന്നൊരു 4-5 പേരെങ്കിലും ഒരു സഭയിൽ വേണം. എല്ലാവരും വേണം. അങ്ങനെ പോകുന്ന ഒരു കുറച്ച് ശുശ്രൂഷകരെങ്കിലും നമ്മുടെ സഭയിലുണ്ടെങ്കിലേ യേശുവിൻ്റെ വഴിയും പരിജ്ഞാനവും എന്താണെന്ന് ആ സഭയ്ക്ക് ഗ്രഹിക്കാൻ പറ്റുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ പെന്തക്കോസ്തുകാർക്ക് ആഗോള വ്യാപകമായുള്ള ഒരേ ഒരു പ്രസംഗം എന്താണെന്നറിയോ? അത് ദാനിയേലിൻ്റെ കഥ വായിച്ചാലും മത്തായിയുടെ കഥ വായിച്ചാലും യോഹന്നാൻ്റെ കാര്യം പറഞ്ഞാലും ആകെ ഒരൊറ്റ പ്രസംഗം മാത്രമേ ഇന്ന് പെന്തക്കോസ്തിലുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ പ്രശ്നങ്ങൾ എന്തായാലും വിടുവിക്കാൻ കഴിയുന്നതിന് ഇറങ്ങി വന്നിട്ടുണ്ട് മാത്രം. കാറ്റുപോലെ വീശുന്ന ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. ഞങ്ങളുടെ ചർച്ചിൽ ഒരു എൽഡർ, ഒരു മൂപ്പൻ, എൽഡർ എന്ന് പറഞ്ഞാൽ പ്രായമില്ല, പക്ഷേ മിഷൻ കൊണ്ട് അത് ശുശ്രൂഷ കൊണ്ട് എൽഡറാണ്. അദ്ദേഹം ഇറാഖിൽ കാനഡയിൽ ഒരു എൻജിനീയറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ കാനഡയിൽ പോകാമെന്നൊക്കെ പറയുന്നത് വലിയ വാഗ്ദത്തങ്ങളുടെ നിറവേറലാണല്ലോ അല്ലേ? തണുപ്പുള്ള ദേശം. ജോലി കിട്ടി 2 മാസമായപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു, നീ ഇത് വിട്ടിട്ട് ഇറാഖിൽ സുവിശേഷ വേലയായിട്ട് പോക്കൂ. വീട്ടിൽ കടം, ഭാരങ്ങൾ, അമ്മയ്ക്ക് രോഗം. ഇവൻ പറഞ്ഞു, കർത്താവേ ഞാൻ എന്തു ചെയ്യും? കർത്താവ് പറഞ്ഞു, കാറ്റ് പോലെ വീശിക്കോ, വിട്ടോ. അവനത് അവിടെ വിട്ടിട്ട് ഇറാഖിൽ പോയി. ഇറാഖിൽ 2-3 വർഷം വർക്ക് ചെയ്തു. ഇപ്പോൾ ഇറാഖിലോട്ട് പിന്നെ പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അവിടെ ഒരു ചർച്ചുണ്ടായി. മുസ്ലിങ്ങളുടെ ഇടയിൽ വില്ലേജിൽ തട്ടിപ്പ് ഏത് സമയത്തും മരിച്ചു പോകാം. അങ്ങനെയുള്ളൊരു 5-6 പേരെങ്കിലും എവിടെ വേണം? ഒരു സഭയിൽ ഉണ്ടാണ്. പിള്ളേർ കാണണം എങ്ങനെയാണ് കാറ്റുപോലെ വീശുന്നത്, അതിൻ്റെ സന്തോഷം എന്താണെന്നുള്ള കാര്യം. അപ്പം ഇങ്ങനെ കാറ്റുപോലെ വീശണമെങ്കിൽ നമ്മൾ ചെറുപ്പകാലം തൊട്ട് പഠിച്ചു വന്ന നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? എടാ പഠിച്ച് വലിയ ആളാകടാ, സമ്പത്തുണ്ടാക്കടാ, വിദ്യാഭ്യാസം വേണ്ടടാ, ഇങ്ങനെ നടന്ന എന്തിനു കൊള്ളാം? സുവിശേഷത്തിലേക്ക് വിടാം. നീ ആദ്യം ഈ ലോകത്ത് ജയിക്കോ തോക്കുമോ നോക്കാം, എന്നിട്ട് വിടാം. ഞാനിപ്പോൾ അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മോനിപ്പോൾ എന്താ ജയിച്ചോ? ഞാൻ ഇങ്ങനെ ചോദിച്ചത്, മോൻ തോറ്റുമല്ലേ എന്ന് ചോദിച്ചു. തോറ്റുപോയി മാസ്റ്റർ എന്ന് പറഞ്ഞു. സുശേഷവരേക്ക് വിട്ടോന്ന് ചോദിച്ചു. ഞാൻ പറയാം, ഒരു ചാൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്, ഇനി ഒന്നും കൂടെ തോറ്റാലേ അവനെ വിടുന്നുള്ളൂ എന്ന്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, ഒരു പ്രാവശ്യം തോറ്റാൽ പോലും അവൻ സുശേഷ വിലയ്ക്ക് യോഗ്യനല്ല. അവൻ 2-3 പ്രാവശ്യം തോറ്റ് വേറൊരു വഴിയും ഇല്ലെന്ന് കണ്ടാൽ മാത്രമുള്ള പണിയാണ് എന്ത്? ലോകത്തിൻ്റെ പാഠങ്ങളെന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. ഈ പഠിക്കാൻ നേരത്തെ പിള്ളേർ ഒത്തിരി കഷ്ടപ്പെട്ടാണ് പഠിച്ചത്. 4, 3, 7 പഠിക്കാൻ വേണ്ടി അവർ വിരലെണ്ണി 4, 5, 6, 7, പിന്നെ 7, 6 സാറ് ചോദിച്ചു കഴിഞ്ഞപ്പം 7 എടുത്തിട്ട് പിന്നെ 6 ഇല്ല, 3, പിന്നെ അവർ കാലിലെ വിരലെണ്ണി, പിന്നെ കയ്യിലെ വിരൽ മടക്കി. ഒരു വിധത്തിലാണ് അവർ 20 വെച്ച് കണ്ടുപിടിച്ചത് അല്ലേ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആ കാലം? നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ നിങ്ങളുടെ പിള്ളേർ പഠിച്ച ഓർമ്മയില്ലേ? ഓക്കെ. ഇനി അപ്പോൾ നമ്മളെല്ലാം വിചാരിക്കും, എൻ്റെ ദൈവമേ ഈ പിള്ളേരൊന്ന് പഠിച്ചെടുത്താൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുമെങ്കിലും പഠിക്കാൻ എളുപ്പമാണ്, ഇത് മറക്കാനാണ് പാട്. നിങ്ങളൊന്ന് മറന്നേ 4, 3, 7 മറക്കാൻ പറ്റുമോ? നാളെ നിങ്ങൾ മറന്നിട്ട് വരാമോ 4, 3, 7 വിഷയം? പറ്റിയല്ല. നമ്മൾ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളായിട്ട് എന്തെല്ലാം പഠിച്ചിട്ടുണ്ടോ അതൊന്നും മറക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഓക്കെ. പക്ഷേ ഈ ലോകത്തിലെ ആദ്യ പാഠങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്, അത് കുറച്ച് നാൾ മാത്രമേ നമ്മളെ സഹായിക്കുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ നോക്കിക്കേ, ഒരു കൊച്ചുണ്ടായി വീഴുമ്പോൾ ആ കൊച്ച് വളരെ നിസ്സഹായനാണ്. പശുവിൻ്റെ കൊച്ചാണെങ്കിൽ ചാടി എഴുന്നേറ്റ് ഓടി പാഞ്ഞു കിടക്കും. പക്ഷേ ഈ കുഞ്ഞിനെ സംബന്ധിച്ച് കുഞ്ഞ് കഴുത്തുപോലും അനങ്ങരുത് അവൻ്റെ അല്ലേ, എങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് നടക്കണം. എത്ര നാളല്ലേ ഇവനൊന്ന് നടക്കണമെങ്കിൽ. പതുക്കെ ഈ കൊച്ചിന് ടൈം മുമ്പോട്ട് പോകുന്നതനുസരിച്ച് കൊച്ചിന് ആരോഗ്യം ഉണ്ടാവും, ആഹാരം കഴിക്കാൻ കിട്ടും, വസ്ത്രങ്ങൾ ലഭിക്കും, മാതാപിതാക്കളെ തിരിച്ചറിയും, സ്കൂളിൽ പോകും, അവിടെ പഠിക്കും, വിദ്യാഭ്യാസം കിട്ടും, പണം കിട്ടും, ജോലി കിട്ടും, കല്യാണം കഴിക്കും, പിള്ളേരുണ്ടാവും, പിന്നെ പിള്ളേർ വളരും,
അങ്ങനെ വളർച്ച ഉണ്ട്. ഈ സമയത്തിനകത്ത് ഇതെല്ലാം ഈ കൊച്ചിന് കിട്ടും. എന്നിട്ട് ഈ സമയം എന്ത് ചെയ്യുമെന്നറിയോ? എല്ലാം തിരിച്ചു ചോദിക്കും. ആദ്യം അപ്പനെ അമ്മയും തിരിച്ചു ചോദിക്കും, ശരീരത്തിൻ്റെ ആരോഗ്യം തിരിച്ചു ചോദിക്കും, മനസ്സിൻ്റെ ബുദ്ധി തിരിച്ചു ചോദിക്കും, ഓർമ്മശക്തി തിരിച്ചു ചോദിക്കും, മക്കളെ തിരിച്ചു ചോദിക്കും. എല്ലാം ചോദിച്ച് ആരോഗ്യം തിരിച്ചു ചോദിച്ച് അവസാനം ഈ കൊച്ചിനെ പോലെ നിസ്സഹായനായിട്ട് ഏതെങ്കിലും ഹോം നേഴ്സ് ഒപ്പിക്കൊടുത്തും തിരിച്ചു കിടത്തിയും മറിച്ച് കിടത്തിയും കാലം എന്തെല്ലാം നമുക്ക് തരുമോ അതെല്ലാം തിരിച്ച് മേടിച്ചിട്ടേ നമ്മളെ പറഞ്ഞു വിടുകയുള്ളൂ. ഒരൊറ്റ സാധനം പോലും, നമ്മുടെ തലമുടി പോലും ബാക്കി വയ്ക്കാതെ തിരിച്ചു ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ പിതാവിന് ഞങ്ങൾ നല്ലപോലെ സമ്പാദിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അദ്ദേഹം എന്നോട് ചോദിക്കുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും സമ്പാദിച്ചിട്ടുണ്ട്, നീ എന്ത് സമ്പാദിച്ചിട്ടുണ്ട്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സമ്പാദിച്ച കർത്താവിനെയാണ്, എനിക്കതേ എൻ്റെ മകനും കൊടുക്കാനുള്ളൂ എന്ന് ഞാൻ പറയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ പ്രായമായപ്പം എൻ്റെ അപ്പനിങ്ങനെ ആ ഓർമ്മകൾ പോവുക. ഈ ഓർമ്മകൾ പോയി കഴിഞ്ഞാൽ നമ്മൾ PhD എടുത്തതാണോന്ന് പോലും നമുക്കറിയത്തില്ല. അറിയോ? എന്ത് കഷ്ടപ്പെട്ട് PhD, ഡോക്ടർ, ഇന്നാർ, MBBS, MD, MR, ഓർമ്മ പോയാൽ പാരസെറ്റമോളാണോ ഏതാ കൊടുക്കേണ്ടതെന്നുള്ള ആ ഒരു മെമ്മറി പോയി കഴിഞ്ഞാൽ നമ്മളൊന്നുമില്ല. അപ്പം നിത്യതയെന്ന് ദൈവം നോക്കുമ്പോൾ നമ്മളൊന്നുമില്ല. എത്ര പേർക്ക് മനസ്സിലായത്? അപ്പം ടൈമിനകത്തുള്ള സകല സാധനങ്ങളും താൽക്കാലികമാണ്. അത് വളരെ പെട്ടെന്ന് വയലിലെ പൂ പോലെ വന്ന് അസ്തമിച്ച് പോകും. നമ്മൾ ഈ വിടുതലെടുത്ത് പ്രാർത്ഥിച്ച് നേടുന്നൊക്കെ ഉണ്ടോ, അതൊന്നും നിൽക്കില്ല. നമ്മുടെ ഓർമ്മ പോയാൽ പോയി. അപ്പോൾ നമ്മുടെ ആത്മീക അഭ്യാസങ്ങളും ലോങ് ഉപവാസ പ്രാർത്ഥനകളും ഒന്നും നമുക്ക് നിത്യതയിലേക്ക് ഒരു പ്രയോജനവും ചെയ്യുന്നില്ല. മനസ്സിലായോ? അപ്പോൾ വെള്ളം എന്താ? നമ്മളതല്ലേ ചോദ്യത്തിൽ നിൽക്കുന്നത്. വെള്ളം എന്താന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ കർത്താവ് നിക്കോദമോസിനോട് പറഞ്ഞു, നിക്കോദമോസ് കർത്താവിനോട് പറയാം, ഇതൊക്കെ എങ്ങനെ സംഭവിക്കാനാ? കാറ്റ് പോലെ. നിങ്ങൾ ചോദിച്ചില്ല, ഇതൊക്കെ എങ്ങനെ ഞങ്ങൾ കാറ്റ് പോലെ വീശി നടക്കുന്ന കാര്യമല്ലോ ആണോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ ഇസ്രായേലിൻ്റെ ആചാര്യനായിരുന്നിട്ടും ഉപദേഷ്ടാവായിരുന്നിട്ടും നീ ഈ കാര്യമൊന്നും അറിയുന്നില്ലേ? അപ്പം ശരിക്കും നിക്കോദമോസിന് അത് അറിയണമായിരുന്നു. ഇസ്രായേലിൻ്റെ ആചാര്യന്മാർ ഈ വെള്ളത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ജനനം എന്താണെന്ന് അറിയണമായിരുന്നു. കാരണം അത് അവരുടെ വചനത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പം വെള്ളത്താലും ആത്മാവിനാലുള്ള വീണ്ടും ജനനം എവിടെ ഉണ്ട്? നിക്കോദമോസിൻ്റെ കയ്യിലിരുന്ന പഴയ നിയമത്തിൽ ഈ വെള്ളത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ജനനം ഉണ്ടായിരുന്നു. എന്നാൽ നിക്കോദമോസിന് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് കർത്താവ് അവനോട് പറഞ്ഞത്, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം അവകാശമാക്കാൻ സാധിക്കില്ല. അപ്പോൾ വെള്ളവും ആത്മാവും എന്താണെന്ന് മനസ്സിലാകുവാൻ കർത്താവ് ഏത് കൊട്ടേഷനാണ് പഴയ നിയമത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാകണം. അതിലാണ് എൻ്റെ ഉത്തരം ഇരിക്കുന്നത്. എന്താണ് വാട്ടർ? നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാം ഏത് വാക്യമെന്ന്? യെഹെസ്കേൽ 36 25 26 വാക്യങ്ങളാണ്. യെഹെസ്കേൽ 36 25 26. ആർക്കെങ്കിലും വായിക്കാം അത്? ഞാൻ നിങ്ങളുടെ മേൽ കിട്ടിയോ നിർമ്മല ജലം തളിക്കും. അപ്പോൾ ആര് തളിക്കും? ഇത് ദൈവം തളിക്കും. നമ്മൾ മുങ്ങുന്നതല്ലത്, ദൈവം നമ്മുടെ മേൽ തളിക്കുന്നതാണ്. എന്തിനാണ് വെള്ളം തളിക്കുന്നത്? നമ്മൾ സാധാരണ നമ്മുടെ മുകളിൽ വെള്ളം ഒഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടി ഒഴിക്കുന്നത്? കഴുകാൻ വേണ്ടിയല്ലേ? ഇപ്പോൾ വെള്ളത്തിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്തോ? കഴുകല. കുടിക്കാൻ കുറച്ച് വെള്ളം മതി. ഇതുണ്ടോ, 2 ഗ്ലാസ് ഇത്രയും മതി. പക്ഷെ കുളിക്കണമെങ്കിലോ ഒത്തിരി വേണം. വണ്ടി കഴുകണമെങ്കിലോ ഒത്തിരി വേണം. പാത്രം കഴുകണമെങ്കിലോ. അപ്പോൾ വെള്ളത്തിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്തോ? അപ്പോൾ കർത്താവ് എന്താ ചെയ്യുന്നത്? നമ്മുടെ മേൽ ഏറ്റവും നിർമ്മലമായ ജലം തളിച്ചിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ നിർമ്മലരായിത്തീരും. ഇതെങ്ങനെ നമ്മളെ നിർമ്മലരാക്കി മാറ്റാൻ പറ്റും? അടുത്ത വാക്യം. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. അപ്പോൾ ഈ വെള്ളം തളിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഉയരത്തിൽ നിന്ന് വെള്ളം തളിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ മലിനതകളും നമ്മുടെ ഉള്ളിലുള്ള വിഗ്രഹങ്ങളും നീങ്ങിപ്പോകും. ഈ മലിനതകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മുറുകെ പറ്റുന്ന പാപങ്ങൾ ഒത്തിരി ഉണ്ട്. നീങ്ങണം അല്ലേ? ഒന്ന് അത് നീങ്ങണം. മറ്റൊന്ന് നമ്മുടെ ഉള്ളിലുള്ള വിഗ്രഹങ്ങൾ തകരണം. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരുപോലെയുള്ളൊരു വിഗ്രഹമുണ്ട്. അതേതാന്ന് പറയാം?
അത് ഈ ഞാൻ എന്നെ നിങ്ങൾ പുകഴ്ത്തി പറയുമ്പോൾ എനിക്ക് എന്ത് രസമാണെന്നറിയോ? ഞാൻ പറയും, പക്ഷേ നിങ്ങൾ എന്നെ പുകഴ്ത്തൊന്നും വേണ്ട, എനിക്കത്ര ഇഷ്ടമൊന്നുമില്ല എന്നൊക്കെ ചുമ്മാ പറയുന്നത്. അത്ര ഇഷ്ടം ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് ഒരു ക്രിഞ്ചി ഫീലിംഗ് തോന്നും, എൻ്റെ ദൈവം ഇത് എന്നെക്കുറിച്ച് തന്നെ ആണോ എന്ന്. പക്ഷെ എന്നാലും ആ പുകഴ്ത്തി പറയുന്നവനെക്കുറിച്ച് എനിക്കൊരു സ്നേഹം ഉണ്ടാവും. എന്നാലും അവൻ അത്രയും പറഞ്ഞല്ലോ എന്ന്, അല്ലേ? അത് തടയാൻ പറ്റില്ല. അതറിയാവുന്നതുകൊണ്ടാണ് ഈ നേതാക്കന്മാരെ പുകഴ്ത്താൻ ഒത്തിരി ശിങ്കിടികൾ ഉണ്ടാകുന്നത്. കാരണം അവർക്കറിയാം അവരിതിനകത്തും താല്പര്യമില്ലെന്ന് പറഞ്ഞാലും ഈ പുകഴ്ത്തുന്നവനെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കും എന്നുള്ള കാര്യം. കാരണം ജഡം അങ്ങനെയാണ്. അപ്പം അത് വിഗ്രഹമാണ്. എൻ്റെ പേരെഴുതിയപ്പോൾ റവ എന്ന് വെച്ചില്ല. എന്താ ബഹളമെന്നറിയോ അതിനൊക്കെ? ഞാൻ ഈ റവ എന്നുള്ളത് കത്തോലിക്കൽ അച്ഛന്മാർ റവ ആയത് എങ്ങനെയാണെന്നറിയോ? അവർ യേശുവിൻ്റെ ശരീരമാണ് മുറിക്കുന്നത്. യേശുവിൻ്റെ ശരീരം മുറിക്കുമ്പം അവർ പറയുന്നത് യേശുവിൻ്റെ ശരീരം എന്നാണ് പറയുന്നത്, അല്ലേ? തിരുവോസ്തി. അപ്പോൾ അവർ വണങ്ങി ഈ തിരുവോസ്തിയെ വണങ്ങും. തിരുവോസ്തി എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശരീരമായിട്ട് മാറുക. അപ്പോൾ യേശുവിൻ്റെ ശരീരം മുറിച്ചു തരുന്ന ആരായിരിക്കും? അച്ഛന് മുറിക്കുക. ഒരു മനുഷ്യന് യേശുവിൻ്റെ ശരീരം മുറിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. അപ്പം ഇത് എൻ്റെ ശരീരം എന്ന് അച്ഛൻ പറയുന്നത്. അങ്ങനെയല്ല പറയുന്നത്. പാസ്റ്റർമാരിപ്പോൾ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. വചനം വായിക്കുന്ന സാരമില്ല, വചനത്തിൽ അങ്ങനെയുണ്ട്, അത് വായിക്കാം. പക്ഷേ ഇത് സ്ഥാപിത വാക്യങ്ങൾ പോലെ അച്ഛന്മാർ പറയുന്നത്. അതായത് ഇത് എൻ്റെ ശരീരം എന്ന് പറഞ്ഞ് അത് കൊടുക്കുമ്പം ഒരു മനുഷ്യൻ എങ്ങനെ നിന്ന് പറയാൻ പറ്റുമോ ഇത് ക്രിസ്തുവിൻ്റെ ശരീരത്തെ എൻ്റെ ശരീരമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അച്ഛന്മാർ എന്ത് ചെയ്യുന്നറിയോ? ഈ കാപ്പ എടുത്തിട്ട് അത് ചെയ്യുള്ളൂ. കാപ്പ എടുത്ത് ഈ അംഗവസ്ത്രവും തൊപ്പിയൊക്കെ വെച്ച് കഴിയുമ്പോൾ യാക്കോബക്കാർ അല്ലെങ്കിൽ കത്തോലിക്കർ ഈ സാധനങ്ങളെല്ലാം ഇട്ട് കഴിയുമ്പം അവർ ക്രിസ്തുവാണ്. യഥാർത്ഥ ക്രിസ്തു അല്ല, ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായിട്ട് യേശു ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് അവർ ഇതെൻ്റെ ശരീരം എന്ന് പറയുന്നത്. അപ്പം റവയാക്കി മാറ്റിയത്. നമ്മുടെ ഉപദേശിമാർ റവയായത് എങ്ങനെയാണെന്ന് ഒരു പിടിയും എനിക്ക് ഇതുവരെ കിട്ടുന്നു. അത് യേശു എന്നുള്ളത് ബ്രദർ യേശു പോലും ഇല്ലായിരുന്നു, വെറും യേശു ആയിരുന്നു. പത്രോസ്, ബ്രദർ പത്രോസ്, പാസ്റ്റർ പത്രോസ് എന്നൊക്കെ പറയുന്ന ആരും ചിന്തിക്കാൻ പറ്റുന്നില്ല അവരങ്ങനെ ചിന്തിക്കുന്ന കാര്യം. എൻ്റെ ചർച്ചിൽ എന്നെ ചേട്ടാന്ന് വിളിക്കുന്നവരുണ്ട്, പപ്പാന്ന് വിളിക്കുന്നവരുണ്ട്, അച്ചായെന്ന് വിളിക്കുന്നവരുണ്ട്, പാസ്റ്ററെന്ന് വിളിക്കുന്നവരുണ്ട്, ബ്രദറേന്ന് വിളിക്കുന്നവരുണ്ട്. ഞാനിതൊന്നും നോട്ട് ചെയ്യാറില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എങ്ങനെ വിളിച്ചാലും കുഴപ്പമില്ല, സന്തോഷിക്കും നമ്മുടെ അകത്തുള്ള ഈ വിഗ്രഹമാണ്. ചിലപ്പോൾ ഈ ചർച്ചിലേക്ക് പ്രസംഗിക്കാൻ വേണ്ടി പുൾപ്പിറ്റോട് വിളിക്കാൻ നേരത്തെ ആൾക്കാർ പറയും ഇയാൾ ഭയങ്കര പ്രസംഗം അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊന്ന് സ്ലോ മോഷനിൽ നടന്നു വരാൻ തോന്നും. കൈയടിച്ച് സ്വാഗതം ചെയ്യും, കൈയടിച്ച്. ഇതാണ് ഈ വിഗ്രഹത്തിൻ്റെ പവർ എന്ന് പറയുന്നത്. നിങ്ങൾ ബഹുമാനിക്കപ്പെടുന്ന ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ വിഗ്രഹങ്ങൾ നീക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ ദാസന്മാരെ പോലെ ആകാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വിഗ്രഹങ്ങൾ പോയിട്ടില്ല. അപ്പോൾ ഈ വിഗ്രഹങ്ങളെ നമുക്ക് നീക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഉള്ളിൽ എന്തുണ്ടായിക്കൊണ്ടിരിക്കും? നമ്മളോടുള്ള ഈ ആസക്തി. പക്ഷേ കർത്താവിൻ്റെ നിർമ്മല ജലം വീണ് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ വിഗ്രഹത്തെ എടുത്ത് കർത്താവ് മാറ്റും. ഇപ്പോൾ വെള്ളം എന്താണ് ശരിക്കും? അടുത്ത വാക്യം, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയ ഒരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. അപ്പോൾ ആത്മാവും വന്നല്ലേ, വെള്ളവും വന്നു. അപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു? പുതിയ ആളായി മാറി. പഴയ വിഗ്രഹവും പഴയ മാലിന്യങ്ങളും പഴയ ലോകത്തിൻ്റെ പാഠങ്ങളെല്ലാം പോയി. നിക്കോദമോസ് ഒത്തിരി പ്രായമായി, ലോകത്തിൽ ഒത്തിരി പാഠങ്ങൾ പുള്ളി പഠിച്ചിരുന്നു. ആ പാഠവുമായിട്ട് ദൈവം പറയുന്ന പോലെ കാറ്റ് പോലെ പോകാൻ നിക്കോദമോസിന് കഴിയില്ല. അതിനെന്താവശ്യമായിരുന്നു? അവനിൽ പുതിയൊരാത്മാവും വെള്ളത്താലുള്ള നിർമ്മലീകരണവും അവന് ആവശ്യമായിരുന്നു. ക്ലിയർ അല്ലേ അത്? ഓക്കെ. അപ്പോൾ പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ പകരും. അടുത്ത വാക്യം, കല്ലായുള്ള ഹൃദയം ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നാക്കിയെടുത്ത് നിങ്ങളെ. ഓക്കെ, കല്ലായുള്ള ഹൃദയത്തെ ഞാൻ വെള്ളത്തിലിട്ട് നന്നാക്കി ഇളക്കി അതിനെ അലിയിച്ച് സോഫ്റ്റാക്കി മാറ്റുന്നതാണോ കർത്താവ് പറഞ്ഞത്? അല്ല. അപ്പോൾ നമ്മളെ നന്നാക്കാൻ ദൈവം ശ്രമിക്കുന്നുണ്ടോ? ഇല്ല. അതിന് കാരണം എന്താണെന്നറിയോ? നിങ്ങളാരും നന്നാകാൻ പോകുന്നില്ല. ഇത്തിരി വെള്ളം കൂടെ കുടിക്കും.
ഡിസംബർ 31 തീരുമാനം എടുത്തില്ലേ, 1 മുതൽ ഞാൻ കർത്താവിന് ഒന്നും നടക്കാൻ പോകുന്നില്ല, വെറുതെ. അങ്ങനെ നമ്മൾ തീരുമാനം എടുത്ത് നന്നാകാനായിരുന്നെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട കാലം തൊട്ട് തീരുമാനം എടുക്കുന്നതല്ലേ. നന്നായി പണ്ടേ വിശുദ്ധന്മാരായി ഏതെങ്കിലും ഗ്ലാസ് കൂടിനകത്ത് കയറിയനെ, അല്ലെ കർത്താവ് വന്ന് കൊണ്ടുപോയനെ. പക്ഷെ ഇതൊന്നും നടപ്പില്ലാന്ന് നമ്മുടെ ജീവിതം തന്നെ തെളിയിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ തുറന്നു പറയാൻ, നിങ്ങൾ ആരും നന്നാവാൻ പോകുന്നില്ല. തിരുവള്ളോടെ കൊടുക്കട്ടെ. അത് നിങ്ങൾക്കറിയത്തില്ലെങ്കിലും കർത്താവിനറിയാം. അതുകൊണ്ട് കർത്താവ് നിങ്ങളെ നന്നാക്കാൻ ശ്രമിക്കുന്നേ ഇല്ല. ശ്രമിച്ചാൽ എങ്ങനെ ഇരിക്കുന്നറിയോ, ഈ നിങ്ങളുടെ ഈ പഴയ തുണിയോടുകൂടി പുതിയ തുന്നി ചേർക്കുന്ന അവസ്ഥയായിപ്പോൾ. നന്നാക്കുമല്ല ചെയ്യുന്നത്, കർത്താവ് ഈ പഴയ മനുഷ്യനെ ഉരിഞ്ഞ് കളയുക, മുറിച്ച് മാറ്റുക, ഇല്ലാതാക്കുക, ക്രൂശിൽ തറയ്ക്കുക, ആ മരണത്തിലൂടെ കടത്തിവിടുക ചെയ്യുന്നത്. അതായത് നന്നാകുകയില്ലാത്ത പഴയ ടയറ്, പഴയ മൊബൈൽ ഫോൺ നന്നാക്കിയെടുക്കുകയല്ല, അതിനെ തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞിട്ട് ഒരു പുതിയൊരു സൃഷ്ടി നമ്മുടെ ഉള്ളിൽ നടത്തുന്ന ആ പ്രോസസ്സിനെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് റീഫോമിങ് ദ ഓൾഡ് ബട്ട് ക്രൂസിഫൈയിങ് ദ ഓൾഡ്. ഈ മരണത്തിലൂടെ കടന്നില്ലെങ്കിൽ അവൻ്റെ ജീവൻ്റെ അനുഭവം നമുക്കുണ്ടാവില്ല. അവൻ്റെ മരണത്തിൻ്റെ സദൃശത്തോട് നാം ഏകീഭവിച്ചാൽ മാത്രമേ അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സദൃശത്തോട് ഏകീഭവിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന കുറേ പിള്ളേരെ നന്നാക്കാനുള്ള പരിപാടിയല്ല, അവരുടെ എല്ലാം പഴയ ജഡത്തെ ക്രൂശിക്കുന്ന പരിപാടിയാണ്. അതായത് മരണത്തിൽ ക്രിസ്തുവിനോട് പങ്കാളികളാകുന്ന ആത്മീക പരിച്ഛേദനയാണ് അവിടെ വെള്ളം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വാട്ടർ സിഗ്നിഫൈസ് അവർ ഡെത്ത് വിത്ത് ക്രൈസ്റ്റ്. സന്തോഷമായോ? അപ്പോൾ നമ്മളെ രക്ഷിക്കാൻ ആർക്ക് മാത്രമേ കഴിയുള്ളൂ? കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. ഞാൻ നിങ്ങളുടെ ആദ്യം പറഞ്ഞൊരു പ്രസംഗം പോലെ എടുക്കരുത്, ഒരു വിലാപമായിട്ട് ഇത് എടുക്കണമെന്ന്. കാരണം ഈ പഴയ ജഡത്തെ നന്നാക്കി പ്രസംഗിച്ച് നാളെ വിടുതലെടുത്ത്, നാളെ കഴിഞ്ഞ് വിടുതലെടുത്ത്, വിടാവുന്നതിനെ വിട്ട്, അല്ല അങ്ങനെ വിടേണ്ടതിനെ വിട്ട് ചേരേണ്ടത്, ഇതൊന്നും പരിപാടി നടക്കാൻ പോകുന്നില്ല. അതാണ് എൻ്റെ പ്രശ്നം. നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. അവിടെ ക്രിസ്തുവിൻ്റെ മരണത്തോട് നമ്മൾ ഏകീഭവിച്ചാൽ മാത്രമേ അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ പങ്കാളിത്തത്തിലേക്ക് പോകാൻ നമുക്ക് സാധിക്കുള്ളൂ. അവിടെ ഒരു ആത്മീക പരിച്ഛേദനയുണ്ട്. ഈ പരിച്ഛേദനയാണ് നമ്മൾ പുതിയ നിയമലേഖനങ്ങളിൽ മുഴുവനും കാണുന്നത്. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ കയറി കഴിയുമ്പോഴേക്കും ഓൾ ഡോർസ് ആർ ഓപ്പൺ. അതായത് ഏത് വചനവും മനസ്സിലാകത്തക്ക രീതിയിൽ ഈ വാക്യങ്ങൾ നമുക്ക് വചനം തുറന്നു തരും. യോഹന്നാൻ്റെ സുവിശേഷവും റോമാലേഖനവും നമുക്ക് മനസ്സിലായാൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ബൈബിളിൻ്റെ ടീച്ചിങ് മുഴുവൻ നമുക്ക് പിടികിട്ടും. അത്ര ക്ലിയർ ആയിട്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം നിക്കോദമോസിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, അവൻ ആത്മാവിൽ ക്രിസ്തുവിൻ്റെ ജീവൻ അനുഭവിക്കാതെ. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, വി ആർ ഓൾ ലിവിങ് ഇൻ ടൈം. സമയത്തിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ആത്മീക പരിച്ഛേദന, ഈ മുറിച്ചു മാറ്റൽ എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. ഹൗ ഡസ് ദാറ്റ് ഹാപ്പൻ? ദൈവം ആദ്യം സൃഷ്ടിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയോ? ആദ്യം സൃഷ്ടിച്ചത് എന്തോ? നോ വെളിച്ചമുണ്ടായിട്ടെന്ന് പിന്നില്ല പറഞ്ഞു. ആരും പറയില്ല, എന്നാ ഞാൻ പറയാം. വാക്യം വായിക്കാം. ഉൽപ്പത്തി 1:1. ആദിയിൽ ദൈവം. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഉണ്ടായത് എന്താ? ആദിയിൽ, ടൈം, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് ദ എർത്ത്. അതായത് ഇൻ ദ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ക്ലോക്ക് മൂവ് ചെയ്യുന്നുണ്ടല്ലോ, ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ ക്ലോക്ക് സ്പീഡിൽ മൂവ് ചെയ്യുന്നതിൽ സങ്കടപ്പെട്ടുകൊണ്ടാണ് ഞാൻ 2 മണിക്കൂർ മുമ്പ് ഇരുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞെന്താന്ന്? ഓക്കെ. അപ്പോൾ നമുക്ക് ചില സമയത്ത് ക്ലോക്ക് സ്പീഡിൽ പോകുന്നില്ല എന്ന് തോന്നും, ചിലപ്പം സ്പീഡിൽ പോകുന്നു എന്ന് തോന്നും. നിശ്ചലമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ടൈം ഇല്ലാത്തൊരവസ്ഥ? ഇപ്പം ഞാൻ ഇങ്ങനെ തന്നെ, ഇതേ പ്രായം, ഇതേ രീതിയിലിരിക്കും. അപ്പോൾ എൻ്റെ പിള്ളേർ അങ്ങനെ തന്നെ ഇരിക്കും, എൻ്റെ കുഞ്ഞുമക്കളുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും. ശരിയാവില്ലല്ലേ? അവർ വളരണ്ടേ, ടൈം പോയിക്കോട്ടെ. ഇപ്പം ടൈം പോയാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? നമുക്കറിയാം ടൈം അവസാനം നമ്മളെല്ലാം എടുത്തു മാറ്റി നമ്മളെ വെറും ഒന്നുമില്ലാത്തവരാക്കി കൊണ്ടുപോകുന്നറിയാം. എന്നാലും ടൈം നിർത്താൻ നമുക്ക് താല്പര്യമില്ല. കാരണം എന്താ? നമ്മുടെ പിള്ളേർ വളരട്ടെ. ശരിയല്ലേ? ടൈം മുമ്പോട്ട് പോയാൽ അപകടമാണ്, നമ്മളെല്ലാം ചത്തുപോകും. പക്ഷെ എന്നാലും നമുക്ക് പിടിച്ചു നിർത്താൻ ആഗ്രഹമില്ലല്ലേ? ഈ ടൈം ഉണ്ടായി കഴിഞ്ഞാണ് എല്ലാവരും ഇങ്ങോട്ട് നോക്കി, എല്ലാവരും എന്നെ നോക്കി.
ഇവിടെയാണ് ടൈം ഉണ്ടായതെന്ന് വിചാരിച്ചോ. ഇവിടെ എന്നിട്ട് ആകാശവും ഭൂമിയും ഉണ്ടായി. ഈ ആകാശവും ഭൂമിയും ടൈം ഒന്നിച്ചുണ്ടായത്. അതുകൊണ്ട് ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് ദ എർത്ത് എന്ന് പറയുന്നത്. ശാസ്ത്രം അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതായത് ടൈം, സ്പേസ് ആൻഡ് മാറ്റർ, ഇത് മൂന്നും ഒരേപോലെ ഉണ്ടായതാണ്. ഉണ്ടാവുക എന്നുള്ള വാക്ക് സയൻറ്റിഫിക് ആണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇത് മൂന്നും ഒരേ സമയത്ത് എക്സിസ്റ്റിങ്. ഇത് മൂന്നുമാണ് ഫണ്ടമെൻ്റൽസ് ഈ പ്രപഞ്ചത്തിൽ. അതായത് ആകാശം എന്ന് പറയുന്നത് നമ്മളിവിടെ കാണുന്ന നീല കളറുള്ള സാധനമല്ല, അത് സ്പേസാണ്. മൊത്തം സ്പേസ്, മാറ്റർ. ഭൂമി ഫോം ഇല്ലാത്ത ഒരു മാസ്സായിരുന്നു കർത്താവ് ആദ്യം അത് ഉണ്ടാക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ടൈം ഉണ്ടായി. ടൈമിനകത്ത് ഈ സൃഷ്ടിയെല്ലാം നടക്കുന്നു. മനുഷ്യനെ സൃഷ്ടിക്കുന്നു. പിന്നെ പഴയ നിയമകാല വിശുദ്ധന്മാർ ജനിക്കുന്നു, ഓരോരുത്തർ. പിന്നെ കർത്താവ് ഈ ലോകത്തിലേക്ക് വരുന്നു, ടൈമിലേക്ക് ഇറങ്ങി വരുന്നു. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ടൈം തീരാൻ പോകുന്നു. ഇതാണ് ടൈം ലൈൻ. സമ്മതിച്ചോ? മനസ്സിലായോ? നിങ്ങൾ ഈ ടൈം ലൈനിലേക്ക് ഒന്ന് നോക്കിക്കേ. അതിൻ്റെ തുടക്കവും ഒടുക്കവും നിങ്ങൾക്ക് ഒരേ സമയത്ത് കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നില്ലേ? എനിക്ക് ഇങ്ങനെ നോക്കിയിട്ട് തന്നെ രണ്ട് സൈഡും കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ദൂരെ നോക്കുമ്പോൾ ശരിക്കും കാണാൻ പറ്റുന്നില്ല. രണ്ട് തുടക്കവും ഒടുക്കവും. നിങ്ങൾ തലയാട്ട്, മാസ്ക് ആയതുകൊണ്ട് കാണാൻ മേലൊന്നും. ഓക്കെ, തലയാട്ടെന്ന് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഓൾറൈറ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സമയത്തിൻ്റെ തുടക്കം അവസാനം കാണാൻ പറ്റുന്നത്? കാരണം നിങ്ങളെപ്പോലൊരു മനുഷ്യൻ ഇത് സമയമാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ, അല്ലേ? അല്ലെങ്കിൽ ഈ സമയത്തിൻ്റെ ആദ്യം അവസാനം നമുക്ക് കാണാൻ പറ്റുമോ? അപ്പോൾ ദൈവമാണല്ലോ സമയം ഉണ്ടാക്കിയത്. അപ്പോൾ ദൈവത്തിന് ഒരേ സമയത്ത് തന്നെ ഇതിൻ്റെ സമയത്തിൻ്റെ തുടക്കവും സമയത്തിൻ്റെ അവസാനവും കാണാൻ പറ്റത്തില്ലേ? നമ്മുടെ പ്രവാചകന്മാർക്കറിയാലോ അടുത്ത മാസം 5-ാം തീയതി വിടുതലുണ്ടെന്ന്. പിന്നെ ദൈവത്തിന് അറിയാമല്ലേ? അപ്പോൾ ദൈവത്തിന് ഭാവിയും ഭൂതവും വർത്തമാനവും എല്ലാം ഒരുപോലെയാണ്. തേജസ്സിൽ നമ്മളെല്ലാം നിത്യതയിലിരിക്കുന്ന എല്ലാം ദൈവത്തിന് കാണാൻ പറ്റത്തില്ലേ? അത്ഭുതം അല്ലേ ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ആകാശവും ഭൂമി ഉണ്ടാക്കുന്നതിന് മുമ്പേ ഞാനിവിടെ പ്രസംഗിക്കുന്നതും കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചതും നിങ്ങളെല്ലാവരും ഇത് കേട്ടോണ്ടിരിക്കുന്നതും ഇയാൾ എപ്പോൾ നിർത്തുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം കർത്താവിന് നേരത്തെ അറിയത്തില്ലേ? അറിയാം. അങ്ങനെയാണെങ്കിൽ സമയമുണ്ടാകുന്നതിന് മുൻപ് ആരൊക്കെ ഉണ്ടായിരുന്നു? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മാത്രമേ ഉള്ളൂ. ടൈമിന് അതീതരായിട്ട് ദൈവം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ടൈമിന് മുമ്പ്, ടൈം ഉണ്ടാകുന്നതിന് മുമ്പ് നടന്നൊരു കാര്യം എന്താണെന്ന് പറയാമോ? ടൈം ഉണ്ടാകുന്നതിന് മുമ്പ് നടന്നൊരു കാര്യം അതുണ്ട്, എപ്പോഴും ഉണ്ട്. സംഭവിച്ചൊരു കാര്യം 2 തിമോത്തിയോസ് 1:9 വായിച്ചേ. 2 തിമോത്തി chapter 1 verse 9. ആർക്കും തിമോത്തീസ് ഇല്ലേ? അവൻ നമ്മെ രക്ഷിക്കുകയും ചെയ്തത് പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനു മുൻപ്. ബിഫോർ ഏജസ് ബിഗാൻ. അതായത് ചില ട്രാൻസ്ലേഷൻസിൽ ബിഫോർ ടൈം ബിഗാൻ എന്ന, സമയം തുടങ്ങുന്നതിന് മുൻപ്, കാലങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് എന്ത് സംഭവിച്ചു? ക്രിസ്തു യേശുവിൽ, ഇൻ ക്രൈസ്റ്റ് ജീസസ്. എപ്പോഴാണ് സംഭവിച്ചത്? സകല ടൈം ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവം എന്ത് ചെയ്തു? നമുക്ക് ക്രിസ്തു യേശുവിൽ നൽകിയതാണ് എന്ത്? രക്ഷ. ഇൻ ക്രൈസ്റ്റ്. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് നോക്കി. എഫേസ്യ ലേഖനം 1:4. എഫേസ്യ ലേഖനം 1:4. അല്ലല്ലോ, അത് 3 അല്ലേ? 4. അവൻ ഓക്കെ നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ. കണ്ടോ, നേരത്തെ നമ്മൾ വായിച്ചപ്പോഴും ക്രിസ്തുവിൽ എന്ന് കണ്ടു, ഇവിടെ എന്തുണ്ട്? അവനിൽ എന്നുണ്ട്. അപ്പം എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെ വായിച്ചാൽ അവനിൽ ക്രിസ്തുവിൽ എന്ന് ഒത്തിരി പ്രാവശ്യം കാണാൻ പറ്റും. ഞാൻ ഈ പേഴ്സ് എടുത്ത ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയാണ് കേട്ടോ, അല്ല ചുമ്മാ എടുത്ത് നോക്കിയതല്ല. ഇതുണ്ടോ, ഇതെൻ്റെ ആധാർ കാർഡാണ്. ഇങ്ങനെ ആധാർ കാർഡ് കിട്ടും കേട്ടോ. ഞാൻ ഈ ആധാർ കാർഡ് ഈ പേഴ്സിനകത്ത് വെച്ചു. ആധാർ കാർഡ് എവിടെയുണ്ട്? പേഴ്സിൽ. നമ്മൾ ഇത്ര നേരം എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്?
ക്രിസ്തുവിൽ അല്ലേ. ഈ ആധാർ കാർഡ് എവിടെയുണ്ട്? പേഴ്സിൽ. ഞാൻ എറണാകുളത്തായിരുന്നപ്പോഴും ഈ ആധാർ കാർഡ് പേഴ്സിൽ ഉണ്ടായിരുന്നു, ഇവിടെ വന്നപ്പോഴും ഉണ്ട്. അപ്പം ഞാൻ എവിടെ ഈ പേഴ്സ് എടുത്തുകൊണ്ട് പോകുന്നു അവിടെ എല്ലാം ഈ ആധാർ കാർഡ് എൻ്റെ കൂടെ വരും. അപ്പോൾ ക്രിസ്തുവിൽ ഞാനുണ്ടെങ്കിൽ ക്രിസ്തു എതിരെ പോയാലും ഞാൻ അവനിലുണ്ടാവും. അപ്പോൾ ഏതിനകത്ത് രക്ഷപ്പെടാം? ഈ ടൈമിനകത്ത് നമുക്ക് രക്ഷപ്പെടാൻ എന്ത് വഴിയേ ഉള്ളൂ? ക്രിസ്തുവിലാവുക എന്നുള്ളൊരു വഴിയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ, നമുക്കതൊന്ന് വിശദീകരിച്ച് നോക്കാം. കർത്താവ് ഇങ്ങനെ ടൈം ലൈനിലേക്ക് നോക്കുമ്പോൾ പഴയ നിയമ വിശുദ്ധന്മാർ അവരെ ഓരോരുത്തർ പറക്കിയെടുത്ത് പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരെ പറക്കിയെടുത്തെടുത്ത് എന്നെ കൂടെ എടുത്ത്, നിങ്ങളുടെ കാര്യം നിങ്ങൾ പറഞ്ഞാൽ മതി, എന്നെയും കൂടെ എടുത്ത് ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. എന്നിട്ട് പറഞ്ഞു ആകാശവും ഭൂമിയും ഉണ്ടാകട്ടെ, ടൈം സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇപ്പം ടൈം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്ത് സംഭവിച്ചിട്ടുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഇത്? അപ്പോൾ നമ്മുടെ പരിച്ഛേദന എങ്ങനെ നടന്നത്? ആത്മീക പരിച്ഛേദന എങ്ങനെ നടന്നത്? യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ ഞാൻ എവിടെയായിരുന്നു? ഞാൻ ജനിച്ചിട്ടില്ല, ഞാൻ എക്സിസ്റ്റ് ചെയ്തിട്ട് പ്രായം പറയണ്ട, ഒരു കുറച്ച് നാളെ ആയുള്ളൂ, അതിനുമുമ്പ് ഞാൻ ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടായവരാ. കാലം നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി നാളുണ്ടായിരുന്നല്ലോ, നമ്മൾ ഈ അടുത്ത കുറച്ച് നാളല്ലേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. പക്ഷേ നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പ്, നമ്മുടെ അപ്പനമ്മമാരുണ്ടാകുന്നതിന് മുമ്പ്, ആദവും ഹവ്വയും ഉണ്ടാകുന്നതിന് മുമ്പ്, പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ്, സമയം ഉണ്ടാകുന്നതിന് മുമ്പ് കർത്താവിൻ്റെ ഹൃദയത്തിൽ നമ്മളുണ്ടായിരുന്നു. അവൻ നമ്മെ ക്രിസ്തുവിൽ നിത്യതയിലേക്ക് തിരഞ്ഞെടുത്തിരുന്നു. ആരെയൊക്കെ തിരഞ്ഞെടുത്തുന്നുള്ളതിൻ്റെ ലിസ്റ്റ് ബൈബിളിൽ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. നമുക്ക് നോക്കാം ഇത്തിരി കഴിയുമ്പോൾ. ഓക്കെ, അങ്ങനെ നമ്മൾ വിശ്വാസത്തിൽ ഉറയ്ക്കുന്നത്. ബൈബിളിൽ എൻ്റെ പേരുണ്ട്, നിങ്ങളുടെ പേരും ഉണ്ടാവും, നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ലിസ്റ്റിൽ ക്രിസ്തുവിലുള്ളവരിൽ ആരുണ്ട്? ഞാനുണ്ട്. ഓക്കെ, അപ്പോൾ യേശു ക്രിസ്തുവിൽ ഞാനുണ്ടെങ്കിൽ, അങ്ങനെയല്ലേ ബൈബിൾ പറയുന്നത്? എന്നെ എപ്പോൾ തിരഞ്ഞെടുത്തു? ഞാനുണ്ടാകുന്നതിന് മുമ്പേ. അപ്പോൾ ദൈവത്തിൻ്റെ മുന്നറിവിൽ അവൻ എന്നെ കണ്ടു, തിരഞ്ഞെടുത്തു. അപ്പോൾ കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ എനിക്ക് എന്ത് സംഭവിച്ചു? ഞാനും അവൻ്റെ കൂടെ. അങ്ങനെയാണ് ഈ സർക്കംസിഷൻ നടക്കുന്നത്. ഓക്കെ, റോമാലേഖനം 6:6 നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന്. അതല്ലേ നമ്മൾ എസെക്കിയേലിൽ വായിച്ചത്? നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, പെടുവെന്നല്ല, പെട്ടുകൊണ്ടിരിക്കുന്നല്ല, ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. നിങ്ങൾ അറിയുന്നുണ്ടോ? കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് വിശ്വാസം. വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ് ക്രിസ്തുവിൽ ഞാൻ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അത്? ഇല്ല. ഇനി യേശുവിൻ്റെ കൂടെ നമ്മൾ മരിച്ച, അടുത്ത വാക്യം എന്താ പറയുക? അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു. അപ്പോൾ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? നന്നായിട്ട് വൈറ്റ് വാഷ് ചെയ്താൽ പോരാ, ആ ശവക്കല്ലറയ്ക്ക് പെയിൻ്റ് അടിക്കുന്നവരാവുകയുള്ളൂ. നമ്മൾ അവൻ്റെ കൂടെ മരിച്ചാൽ മാത്രമേ ഈ ഫിൽത്തിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ, ഈ പഴയ ജഡത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. റോമർ 7:4 എന്താ പറയുന്നത് നോക്കിയേ? നാം ഇനി ദൈവത്തിന് ഫലം കൊടുക്കുമാറ് മരിച്ചുയർത്തെഴുന്നേറ്റിട്ടുള്ള വേറൊരുവനാകേണ്ടതിന് നാമും ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. കൊളോസ്യർ 2:20 എന്താ പറയുന്നത്? നാം ക്രിസ്തു യേശുവിൽ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളെ സംബന്ധിച്ച് മരിച്ചു ക്രിസ്തുവിനോട് കൂടെ. അടുത്ത് കൊളോസി ലേഖനം 3 അധ്യായത്തിൻ്റെ 2 വാക്യം എന്താ പറയുന്നത്? നാം മരിച്ചു, നമ്മുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ മറഞ്ഞിരിക്കുന്നു. നാം മരിച്ചു. എത്ര ഇടത്തല്ലേ ബൈബിൾ പറയുന്നത്? ഇനി ഒരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യ ലേഖനം 5 അധ്യായത്തിൻ്റെ 14 വാക്യം. 2 കൊരിന്ത്യ ലേഖനം 5 അധ്യായത്തിൻ്റെ 14 വാക്യം. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും. ജീവിക്കുന്നവരുടെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. മരിച്ചവരുടെ കാര്യം, ഇപ്പം മരണം, ആ സർക്കംസിഷനെ കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരാൾ എല്ലാവർക്കും വേണ്ടി മരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു?
അവനിലുള്ള എല്ലാവരും മരിച്ചു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് 4 പിള്ളേരാണ്. ഈ 4 പിള്ളേരുടെ ഫീസ് ഞാൻ കോളേജിൽ കൊണ്ട് അടച്ചെന്ന് വിചാരിച്ചു. ഫീസ് അടച്ച ഞാനാണെങ്കിൽ രസീത് ആരുടെ പേരിലാണ് വരുന്നത്? പിള്ളേരുടെ എല്ലാവരും ഉള്ളൂ. അപ്പം കാൽവരി ക്രൂശിൽ കർത്താവ് ആരുടെ ഫീസ് അടച്ചത്? എൻ്റെ ഫീസാണ്. അപ്പം മരിച്ചത് യേശു ആണെങ്കിലും മരിച്ചു എന്നുള്ള രസീത് ആർക്ക് കിട്ടേണ്ടതാണ്? നിങ്ങൾ ശരിക്കും മരിച്ചു എന്നുള്ള രസീത് ഉണ്ടോ കയ്യിൽ? ആ രസീത് കയ്യിലുണ്ടോ എന്ന് നോക്കി. അതായത് മരിച്ചു എന്നുള്ള രസീത് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങളോട് നാളെ സുവിശേഷകർ നിങ്ങളെ ഞാൻ കൊന്നു കളയുമെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി മരിച്ചതിൻ്റെ രസീത് കണക്കാണ്. ഈ ഡൈഡ്. സാത്താൻ പറയും നിന്നെ ഞാൻ കൊല്ലും. ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി മരിച്ചതാണ്. അപ്പോൾ സ്വർഗത്തിൽ അക്കൗണ്ടിൽ എന്താ എഴുതിയിരിക്കുന്നറിയോ? 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു മരിച്ചപ്പോൾ ചെയ്സു അതിൻ്റെ കൂടെ മരിച്ചതാണ്. ഇനി അവന് മരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മരണം ഒരാൾ മരിച്ചപ്പം നിങ്ങളെന്താ മിണ്ടാതെ? അപ്പം നിങ്ങൾ പറയുക കേൾക്കാൻ രസമുണ്ടെങ്കിലും ഈ പഴയ സാധനമൊന്നും മരിച്ചതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ മരിച്ചു എന്നുള്ളത് ബൈബിൾ പറയുന്നുണ്ടെങ്കിൽ നമുക്കത് വിശ്വാസമില്ലാത്തതിൻ്റെ കാരണം നമ്മുടെ സ്വഭാവം ഇപ്പോഴും. അതിനെന്താ ഒരു പരിഹാരം? അതിന് പരിഹാരം പറയുന്നതിന് നിങ്ങൾ വിശ്വസിക്കാനാ. എന്ത് വിശ്വസിക്കാനാ? മരിച്ചു എന്ന്. നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുക. നിങ്ങൾ കാണുമ്പോൾ മരിച്ചായിട്ട് തോന്നില്ലെങ്കിലും വിശ്വാസത്താൽ അങ്ങനെ എണ്ണണം. ഞാൻ മരിച്ചവൻ എന്ന് എണ്ണിക്കൊണ്ടിരിക്കണം. വീട്ടോട്ട് ചെല്ലുമ്പോൾ ഭർത്താവ് ഭയങ്കര വഴക്കും അടിയുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? തിരിച്ചിട്ട് പൊട്ടിച്ചാൽ മതിയല്ല, മരിച്ചു. നമുക്ക് ആൾക്കാർ കളിയാക്കിയെന്നോ നിന്ദിച്ചു എന്നോ അപമാനിച്ചു എന്നോ പൈസ ഇല്ലെന്നോ ദരിദ്രമായെന്നോ രോഗമെന്നോ ഒന്നും പ്രശ്നമില്ല. ചത്തവൻ ഇതൊന്നും എന്നെ സ്നേഹിക്കാൻ ആരുമില്ല പോസ്റ്ററെ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ശരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ആ മരണം എന്ന തത്വം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരം കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയി തൂങ്ങിച്ചാകുന്നതല്ല. നമ്മുടെ പഴയ മനുഷ്യൻ, മനുഷ്യൻ, ആ ജഡത്തിൻ്റെ ഗവൺമെൻറ് മരണത്തിന് ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏത് സാഹചര്യത്തിലും നമുക്ക് കർത്താവിൻ്റെ ജീവൻ അനുഭവിക്കാൻ പറ്റും. അവൻ്റെ മരണം അനുഭവിക്കുന്നവർക്ക് മാത്രമേ അവൻ്റെ ജീവൻ അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വെള്ളമെന്ന് പറയുന്നൊരു വലിയ മിസ്റ്ററിയാണ്. അതെന്താ സംഭവിപ്പിക്കുന്നത്? നമുക്കൊരു ആത്മീക പരിച്ഛേദന, നമ്മുടെ ജഡത്തിൻ്റെ പ്രശംസകളുടെ മേലുള്ള ഒരാത്മീക പരിച്ഛേദനയാണ് ഈ വെള്ളം നമുക്ക് നൽകുന്നത്. ആ വെള്ളത്തിൻ്റെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോയെങ്കിൽ മാത്രമേ നമുക്ക് ആത്മാവിൻ്റെ അനുഭവത്തിലൂടെ നടക്കാൻ. ക്ലിയർ അല്ലേ? ബൈബിളെല്ലാം ഇത് തന്നെയല്ലേ പറയുന്നത്? ഈ മരിക്കുക എന്ന് പറയുന്നൊരു ഭയങ്കര സംഭവം. അതാണ് മിസ്റ്ററി. കർത്താവ് ഒരാളെ വിളിക്കുമ്പോൾ പറയുന്ന പാടാം നമുക്ക് മരിക്കാമെന്ന്. 3-ാം വാക്യം നോക്കി. 3-ാം വാക്യം 6:3, റോമർ 6:3. ആ ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റവരായി നാം എല്ലാവരും അവൻ്റെ മരണത്തിൻ്റെ ഒരു പങ്ക് ചോദിച്ചുകൊണ്ട്, കർത്താവെ നീ മരിച്ചപ്പോൾ ഞാനും മരിച്ചാണല്ലോ, അതിൻ്റെ ഷെയർ എനിക്ക് എന്താ തരാത്തതെന്ന് ചോദിച്ചുകൊണ്ടാണ് സ്നാനപ്പെട്ടത്. അപ്പോൾ നമ്മൾ സ്നാനപ്പെട്ടപ്പോൾ എന്താ ചോദിച്ചത്? കർത്താവ് നിൻ്റെ മരണത്തിൻ്റെ ഒരു ഷെയർ നീ എനിക്ക് തരണം. ഇപ്പോൾ വേറെ ഷെയറൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നെങ്കിലും ശരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് യോനയുടെ അടയാളമാണ്. അതായത് അവൻ മരിച്ചപ്പം ഞാനും മരിച്ചു. ഇത് നമുക്കറിയത്തില്ലെങ്കിലും ഇത് സ്നാനം കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാർക്കറിയാം. അതെനിക്ക് എങ്ങനെ മനസ്സിലായെന്നറിയാം. നമ്മൾ മരിച്ച കാര്യം നാട്ടുകാർക്ക് അറിയുന്നത്. ഞാൻ സ്നാനപ്പെട്ട് 7 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ അമ്മയുടെ ആങ്ങളെയും ഭാര്യയും ഒരു മകനും, അങ്ങനെ 5 പേര് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് സ്നാനപ്പെട്ടു. 7 months. അപ്പോൾ ഇവരെ സ്നാനപ്പെടാൻ വേണ്ടി ഭയങ്കര ആഘോഷമായിട്ട് ജീപ്പൊക്കെ എടുത്ത് വലിയ വീടിൻ്റെ മുറ്റത്ത് പന്തലൊക്കെ ഇട്ട് മീറ്റിങ്ങൊക്കെ നടത്തിയിട്ടാണ്. അപ്പം സ്നാനക്കുളത്തിലോട്ട് പോകുന്ന വഴിക്ക് ഒരു ഹിന്ദു സഹോദരി ജീപ്പിനകത്ത് കയറി. അപ്പോൾ സ്നാനമൊക്കെ കഴിഞ്ഞ് അവസാനം ആൻറ്റി സ്നാനപ്പെട്ട് കുളത്തിൽ നിന്ന് കയറലും ഈ ഹിന്ദു സഹോദരി നെഞ്ചത്തടിച്ചൊരു നിലവിളി. അപ്പം ആൻറ്റി ചോദിച്ചു, ഞാൻ സ്നാനപ്പെട്ട് നീ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ, ഇനി നിങ്ങളാരും ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് സഹിക്കാൻ പറ്റിയില്ലെന്ന്. അന്ന് സ്നാനപ്പെട്ടവർക്ക് ഇന്നും മനസ്സിലായിട്ടില്ല നമ്മൾ അവരുടെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. പക്ഷെ കണ്ടുകൊണ്ട് നിന്നവർക്ക് അപ്പം തന്നെ മനസ്സിലായി ഇവരെല്ലാം. ഇപ്പം മരണമെന്ന് പറയുന്നത് ശരിക്കും എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ ലോകത്തിൻ്റെ തിങ്കിങ്ങിൽ നിന്ന് അല്ല, ലോകത്തിൻ്റെ ആൾക്കാരിൽ നിന്ന് ഓടിക്കുകയല്ല ചെയ്യുന്നത്. ലോകം ചിന്തിക്കുന്ന പോലെ അല്ല നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. നമ്മൾ കാറ്റ് പോലെയാണ്. നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ടോ നമുക്കൊരു
ആണോ? സത്യമായിട്ടും അങ്ങനെയാണോ? മരിച്ചോ? അങ്ങനെ മരിച്ചവൻ ആത്മീകമായ പരിച്ഛേദന ഏറ്റിരിക്കുന്നു. താല്പര്യമില്ല എന്ന് തോന്നുന്നു. ആരൊന്നും മിണ്ടുന്നില്ല. ഓക്കെ, സന്തോഷമാണോ? ഓക്കെ, അപ്പം നമ്മളെ രക്ഷിക്കാൻ കർത്താവ് എന്ത് ചെയ്തു? അവൻ നമുക്ക് പകരം നമ്മൾ മരിക്കേണ്ട മരണം അവൻ ക്രൂശിൽ വഹിച്ചു. അങ്ങനെ നമ്മുടെ മരണം അവിടെ കണക്കിടപ്പെട്ടു. അപ്പോൾ അവനോടുകൂടെ നാം മരിച്ചവരെന്ന് നാം കൺഫസ് ചെയ്യുന്നു. ഞാനൊരു ഇതിന്ന് വിശദീകരിക്കാൻ വേണ്ടി ഞാൻ 1-2 കഥകൾ പറയാം. ഈ മരണം, ഈ പണ്ഡിറ്റ് വേദപ്രകാശ് എന്നാണ് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്. നോർത്ത് ഇന്ത്യയിൽ ഒരു സുവിശേഷ പ്രവർത്തനം ഉണ്ടായിരുന്നു. അദ്ദേഹം IAS കാരനായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ സെക്രട്ടറി ആയിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ ഡയറക്റ്റ് അല്ല, അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എവിടെ ഒരു സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ഇവർ പണ്ഡിറ്റ് ബ്രാഹ്മണ. അദ്ദേഹം ഭാര്യ എപ്പോഴും മർദ്ദിക്കുമായിരുന്നു. അത് ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ല, പുള്ളിയുടെ ഒരു ക്രൂര സ്വഭാവം പുള്ളിക്ക് ഉണ്ടായിരുന്നുകൊണ്ട്. അപ്പോൾ ഒരു ദിവസം പുള്ളി ഓഫീസിൽ നിന്ന് വന്നിട്ട് സോഫയിലിരിക്കുന്നു. നോർത്ത് ഇന്ത്യക്കാരാണ്. അപ്പോൾ ഭാര്യ ഭക്തിയോടെ ഭാര്യ ബഹുമാനത്തോടെ, ഭർത്താവിന് ഭയങ്കര ബഹുമാനമാണ് നോർത്ത് ഇന്ത്യയിൽ. ഈ സഹോദരി പോയി മുട്ടുകുത്തി നിന്നിട്ട് ഇയാളുടെ ചെരുപ്പ് ഷൂസ് എൻ്റെ ലേസ് ഊരിയിട്ട് ഷൂസ് ഊരിയെടുക്കാൻ ശ്രമിക്കുന്നു. ഇയാൾ ആ ഷൂസ് ഇട്ട് ഒറ്റ ചവിട്ട് വെച്ച് കൊടുത്തു. സ്ത്രീക്കിട്ട് ഇവർ പോയി തെറിച്ച് പോയി ഭിത്തിയെ പോയി വീണ് തല പൊട്ടുന്നു. അവരുടനെ എന്ത് ചെയ്യുന്നില്ല, അവിടെ കിടന്നൊരു ടർക്കി എടുത്ത് ആ തല അങ്ങ് കെട്ടി ശരിക്ക് കെട്ടിയിട്ട് പിന്നെയും ചെന്ന് മുട്ടുകുത്തി നിന്നിട്ട് ആ ബാക്കി ഷൂസ് ഒറ്റ അക്ഷരം പോലും പറഞ്ഞില്ല. അപ്പോൾ ഈ മനുഷ്യൻ മുട്ടുകുത്തി അവരുടെ കൂടെ നിലത്തിരുന്നിട്ട് ചോദിച്ചു, എന്നെപ്പോലൊരു മൃഗത്തെ സ്നേഹിക്കാൻ നിനക്ക് എങ്ങനെയാണ് പറ്റുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ സഹോദരി പറഞ്ഞു, ഞാനല്ല, ഞാൻ മരിച്ചു, ക്രിസ്തുവാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞു. ആ ഒരൊറ്റ മോമെൻറ്റിൽ അയാൾ വിശ്വാസിയും പ്രസംഗനുമായി. 95-98 വയസ്സായപ്പോഴാണ് അദ്ദേഹം മരിച്ചു പോയത്. ഇങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ ജീവൻ ജീവിക്കാൻ നമുക്ക് പറ്റുള്ളൂ. എങ്ങനെയേ പറ്റുള്ളൂ? പഴയത് കഴിയാതെ. മനസ്സിലായെങ്കിലൊന്ന് സ്തോത്രം പറഞ്ഞേക്കും. പഴയത് കഴിയാതെ, ആ മരണം അനുഭവിക്കാതെ നമുക്ക് ക്രിസ്തുവിനെ അനുഭവിക്കാൻ സാധിക്കില്ല. അപ്പോൾ ദൈവം ചില ചെറു മരണങ്ങളിലൂടെ നമ്മളെ കടത്തിവിടും. ഈ ചെറു മരണങ്ങൾ എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറു കഷ്ടങ്ങൾ, ചെറു ക്രൂശുകൾ. നമ്മൾ വിചാരിക്കുന്നത്, ഇപ്പം നിങ്ങൾ വിചാരിക്കുക, ശരിയാ ഞങ്ങൾ പാസ്റ്റർ പ്രസംഗിക്കുന്നു, ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നു, ഈ കസേരയിലിരുന്ന് ഞാനിതാ മരിക്കുന്നു. അങ്ങനെയൊന്നും മരിക്കാൻ പറ്റില്ല. മരിക്കണമെങ്കിൽ എന്ത് വേണം? ക്രൂശ് വേണം. ക്രൂശിൽ മാത്രമേ മരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ക്രൂശിലല്ലാതെ എവിടെ മരിക്കാൻ തയ്യാറാണ്. നമ്മൾ തീരുമാനമെടുത്ത് മരിച്ച എങ്ങനെ ഇരിക്കുന്നറിയോ? ഞാനിപ്പോൾ തീരുമാനമെടുത്ത് മരിക്കുക, ഇതോടെ ഞാൻ മരിച്ചു, ഇന്ന് 9:15 ഞാൻ മരിച്ചു. 9:15 മരിച്ചെങ്കിൽ നാളെ 9:15 വരെയൊക്കെ പിടിച്ച് നിൽക്കുമായിരിക്കും. പക്ഷെ നാളെ കഴിഞ്ഞ് 9:15 ആകുമ്പോഴേക്കും നമ്മുടെ ഒറിജിനൽ ആൾ പിന്നെ അതിനങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. അതങ്ങനെ മരിക്കുമൊന്നുമില്ല. അതിന് മരിക്കാൻ എന്ത് വേണം? ക്രൂശ് വേണം. ക്രൂശിൽ മരിക്കണം. ഈ ക്രൂശ് എവിടെ കിട്ടും? ആ സഹോദരിക്ക് ആ ഭർത്താവിൻ്റെ ഇടിയായിരുന്നു ക്രൂശ്. ആ ക്രൂശിൻ്റെ സമയത്ത് 4 ചീത്ത പറഞ്ഞിട്ട് പിന്നെ സ്വസ്ഥമായിട്ട് പോയിരുന്ന് മരിക്കാൻ പറ്റില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങോട്ട് 2 ഇടി കിട്ടിയപ്പോൾ 4 വർത്താനം പറഞ്ഞിട്ട് പിന്നെ പ്രാർത്ഥിക്കും, കർത്താവേ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എവിടെ മരിക്കണം? ക്രൂശിൽ മരിക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ചെറു മരണങ്ങൾ അനുഭവിക്കാൻ ഈ ക്രൂശ് എല്ലാ ദിവസവും നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ ബന്ധങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കും, ചിലപ്പോൾ തർക്കുത്തരം പറയുന്നതായിരിക്കാം മക്കൾ. അവിടെ എല്ലാം ഈ മരണം അനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഡെലിവറൻസാണ്. മനസ്സിലായോ? ഒരു കഥയും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിയേക്കാം. ഞങ്ങളുടെ കൂട്ടായ്മയിലൊരു സഹോദരിയുണ്ട്. അവർ ഡോക്ടറാണ്. പുള്ളിക്കാരി ഒരു ദിവസം എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. ചോദിച്ചു എന്താണ്? അവരുടെ ഹോസ്പിറ്റൽ അറ്റൻഡറുമായിട്ടൊരു ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ അറ്റൻഡർ ഒരു ദിവസം പൈസ ചോദിച്ചു. അപ്പോൾ പൈസ കൊടുത്തു. അപ്പോൾ പിറ്റേ ദിവസം നാച്ചുറലി ആ സഹോദരി പ്രതീക്ഷിച്ചു ഒരിത്തിരി സ്നേഹവും നന്ദിയൊക്കെ പുള്ളി കാണിക്കുമായിരിക്കുമെന്ന്. പക്ഷെ പുള്ളി ഒന്നും കാണിച്ചില്ലെന്ന് മാത്രമല്ല, ജസ്റ്റ് ഒരു ഇത്തിരി മരുന്ന് എടുത്തുകൊണ്ട് വരാമെന്ന് ചോദിച്ചാൽ പുള്ളി തർക്കുത്തരം പറഞ്ഞു തട്ടിക്കയറി, എൻ്റെ പണിയാണ്, എന്നെ കൊണ്ട് ഇതിനെ ജയിപ്പിക്കുന്നതൊക്കെ ചോദിച്ചു ചൂടായി. ഡോക്ടറോട് ചൂടായി, പേഷ്യൻസിൻ്റെ എല്ലാം മുമ്പ് വെച്ച്. പുള്ളിക്ക് ഭയങ്കര ഹർട്ടായി. പുള്ളിക്കാരി സോഫ്റ്റ് ഹാർട്ടിലായതുകൊണ്ട് തിരിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല. കർത്താവേ സ്തോത്രം എന്നൊക്കെ പറഞ്ഞു പോകുന്നു. ഈ കർത്താവേ സ്തോത്രം എന്ന് പറഞ്ഞാലൊന്നും അകത്ത് കിടക്കുന്ന സാധനം
പാടാം. എന്നോട് പറഞ്ഞ് 2 ആഴ്ചയായി ചേച്ചി, ഇപ്പോഴും ആ മനുഷ്യനെ കാണുമ്പോൾ എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല. ബാക്കി എല്ലാവരോടും ഞാൻ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് പോകും, അതാരെയും നോക്കാതെ. പക്ഷേ ഈ സഹോദരനെ ഇയാളെ കാണും മാത്രം എനിക്ക് ഗുഡ് മോർണിംഗും ഇല്ല, നോക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറഞ്ഞു. എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നാളെ ഹോസ്പിറ്റലിൽ പോകുമ്പം നിങ്ങൾ ഒരിക്കലും അയാളെ നോക്കി ചിരിക്കരുത്. ചിരിച്ചാൽ എന്താ സംഭവം, എന്താ പ്രശ്നം? ആ ചിരി ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചിരിയായിരിക്കും എന്ന് മാത്രമല്ല, എന്നെ ഇത്രയും അവൻ കളിയാക്കിയിട്ട് ഞാൻ അവനെ നോക്കി ചിരിച്ചു എന്നുള്ളൊരു സന്തോഷം ഉള്ളിലുണ്ടാകുന്നതോടുകൂടി ഇപ്പോൾ ഉള്ള ഈ മാനസാന്തരം കൂടെ പോകും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു, ആകെ ഒരു വഴിയുള്ളൂ, അയാളാണ് നിങ്ങളുടെ ക്രൂശ്. നിങ്ങൾ നേരെ നാളെ ഹോസ്പിറ്റലിലോട്ട് ചെല്ലുമ്പം ചിരിക്കാനൊന്നും നോക്കണ്ട, അങ്ങ് മരിച്ചാൽ മതി. അവനെ കാണുമ്പോഴോർക്ക് ഇതാ എൻ്റെ ക്രൂശ്, ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ഞാൻ മരിച്ചാൽ പിന്നെ ജീവിക്കുന്ന ആരാ? ക്രിസ്തു അത്രേ. നേരെ പിന്നെ കുറേ നാൾ കഴിഞ്ഞാൽ കർത്താവ് കാണിച്ചു തന്നെ നീ മരിച്ചാന്നുള്ള കാര്യം. ഇതിപ്പോഴും ഞാൻ വിശ്വസിക്കാൻ പാടുപെടുക, ഞാൻ ശരിക്കും മരിച്ചോ? ബൈബിൾ അങ്ങനെ പറയുന്നതുകൊണ്ട് അങ്ങ് 2 കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കുക, മരിച്ചു, ഞാനല്ല ജീവിക്കുന്നത്, ഞാനല്ല, വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്. ഇപ്പം ഫെയ്ത്തിലൂടെയാണ് ക്രിസ്തു നമ്മളിൽ വസിക്കുന്നത്. നമ്മൾ ക്രിസ്തുവിലായത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. എന്നാൽ ക്രിസ്തു നമ്മളിൽ വരുന്നതോ നമ്മുടെ ഫെയ്ത്താണ്. നമ്മൾ അവൻ്റെ മരണത്തിൻ്റെ സദൃശ്യത്തോട് അനുരൂപപ്പെട്ടാൽ നമ്മൾ അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സദൃശ്യത്തോടും അനുരൂപപ്പെടും. ഇപ്പോൾ വെള്ളത്താലും ആത്മാവിനാലും നമ്മൾ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം അവൻ്റെ മരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും പങ്കാളിത്തമാണ് നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റുന്നത്. തിത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം അവിടെ പറയുന്നുണ്ട്, പുനർജനന സ്നാനത്താലും നമ്മുടെ മേൽ ദൈവം ധാരാളമായി പകർന്ന ആത്മാവിൻ്റെ നവീകരണത്താലും തന്നെ. ഇംഗ്ലീഷ് എഴുതുമ്പം വാഷിംഗ് ഓഫ് റീജനറേഷൻ എന്നാണ്, അല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന സ്നാനമല്ലത്. വാഷിംഗ് ഓഫ് റീജനറേഷൻ ആൻഡ് റിന്യൂവൽ ബൈ ദ സ്പിരിറ്റ്. അപ്പോൾ 2 കാര്യങ്ങളാണ്, വെള്ളവും ആത്മാവും. നമ്മുടെ മാനസാന്തരം, നമ്മുടെ കർത്താവിൻ്റെ കൂടെയുള്ള മരണം, അതിനെ പ്രതികരിച്ച് തന്നെയാണ് സ്നാനവും നടക്കുന്നത്. അതോടൊപ്പം ആത്മാവിനാലുള്ള ഉയരത്തിലും ജനിച്ച പുതിയ ജീവൻ, കാറ്റുപോലെ വീശാൻ ധൈര്യമുള്ള ആ ജീവനും നമുക്ക് ലഭിക്കുന്നതാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ജനിച്ചവരെല്ലാം പറന്ന് നടക്കുമെന്ന് വിചാരിക്കരുത്. ഒരു കുഞ്ഞായിട്ട് നമ്മൾ ജനിക്കുന്നതേ ഉള്ളൂ. നമ്മളെ അനുസരണത്തിലേക്ക് നടത്താൻ ഈ സഭയിൽ തുടർച്ചയായ പഠിപ്പിക്കലുകൾ ആവശ്യമാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയണം റോമാലേഖനം 1:6 ഞങ്ങൾ കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ച എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ ഉള്ളിലുണ്ടായ വിശ്വാസം അനുസരണമായി മാറാൻ വേണ്ടിയാണ്. സകല ജാതികളിലും ദ ഫെയ്ത്ത് ഹാസ് ടു ബിക്കം ഒബീഡിയൻസ്. അങ്ങനെ അനുസരണത്തിലേക്ക് നയിക്കുന്ന ഒരു വിശ്വാസം നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.